നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ TBFൻ്റെ മീറ്റിങ്ങിലേക്ക് നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വിശേഷാലും നാം അറിയുന്നത് പോലെ ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ TBFൻ്റെ മീറ്റിംഗാണ്. കർത്താവ് നമ്മളെ കഴിഞ്ഞ ഒരു വർഷക്കാലം സഹായിച്ചു. അനേക തവണ നമുക്കൊന്നിച്ചു കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, കർത്താവിൻ്റെ വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാനൊക്കെ അവസരം തന്നു. അതോർത്ത് സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പാട്ടുപാടാൻ പ്രത്യേകിച്ച് ആരെയും വ്യക്തിപരമായിട്ട് മുമ്പോട്ട് ക്ഷണിക്കുന്നില്ല. എങ്കിലും നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള പാട്ടുപുസ്തകത്തിലെ പാട്ടുകൾ നമുക്ക് ഒരുമിച്ച് കരങ്ങളടിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വചന ശുശ്രൂഷയ്ക്കായിട്ട് ഇന്ന് ഒരുങ്ങി വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവറുകളാണ്. തന്നെയും വിശേഷാല മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ മാമൻ കുര്യൻ അങ്കിൾ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ യോഗം ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വൈകുന്നേര സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവമേ, ഞങ്ങളായിരം സ്ഥലങ്ങളിൽ സഭയോടുള്ള ബന്ധത്തിൽ അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും എല്ലാം ഞങ്ങൾക്ക് അവസരം തന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ വൈകുന്നേര സമയം അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഈ നിലയിൽ കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ മിനിസ്ട്രിയെ ഏറ്റവും അനുഗ്രഹിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അനേകർക്ക് ദൈവവചനം കേൾക്കുവാനും അനേക പുതിയ ആളുകൾ കർത്താവെ ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവമേ മാനസാന്തരത്തിലേക്ക് വരുവാനും എല്ലാം ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ ദൈവസഭകളെയും വിശ്വാസികളെല്ലാം ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് വർഷത്തിൻ്റെ അവസാന നാളുകളിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നു. ദൈവമേ, ഞങ്ങൾ മൂലം അങ്ങയുടെ വചനം ധാരാളമായിട്ട് ഈ പ്രദേശങ്ങളെല്ലാം ചെല്ലുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ദൈവമക്കൾക്കും ഇവിടുള്ള ദൈവസഭയ്ക്കും പ്രയോജനപ്പെടുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ദൈവമേ ഇന്ന് കൂടി വന്നിരിക്കുന്നു. ഇവിടെ നടക്കുന്ന പാട്ടും കർത്താവെ പ്രാർത്ഥനയും അതുപോലെ വചന ശുശ്രൂഷയും എല്ലാം ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അവരവർക്ക് കർത്താവെ ആവശ്യമായ മന്ന കർത്താവ് എന്ന് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസൻ കർത്താവെ സന്തോഷ് മാത്യുവിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസനെ വചനം ശുശ്രൂഷിക്കുവാൻ തക്കണം ദൈവമേ ഞങ്ങളുടെ മധ്യയെ കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവെ അങ്ങയുടെ ദാസനിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ തരുവാൻ തക്കണം കർത്താവ് ഇടവരുത്തി ഇന്നും ആവശ്യമായ മന്ന കർത്താവെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കടന്നു വന്നതുപോലെയുള്ള ആത്മീയ സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ടോർശാലേമിൻ്റെ ചുറ്റിലും ദൈവത്തിൻ്റെ കാവലും പരിപാലനവും ആക്കി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സന്ധിയിൽ ഞങ്ങൾ സന്തോഷിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നിങ്ങളുടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ. രാവിലെ ഉണരണം നീ
ഭക്തിയിൽ ജീവിച്ചിടാൻ ശക്തി ലഭിച്ചിടുമേ. നീയും തൃപ്തനായി തീർന്നിടുമേ. ശത്രുവെ ജയിച്ചിടാൻ ഭക്തിയിൽ ജീവിച്ചിടാൻ ശക്തി ലഭിച്ചിടുമേ. നീയും തൃപ്തനായി തീർന്നിടുമേ. രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ. കഷ്ടങ്ങൾ സഹിക്കുവാൻ നഷ്ടങ്ങൾ വഹിക്കുവാൻ പ്രാപ്തനായി തീർന്നിടും നീ. ഏറെ രോഗിയായി തീർന്നിടും. കഷ്ടങ്ങൾ സഹിക്കുവാൻ നഷ്ടങ്ങൾ വഹിക്കുവാൻ പ്രാപ്തനായി തീർന്നിടും നീ. രോഗിയായി തീർന്നിടും. രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ. കൃത്യമായി തന്നരികിൽ നിത്യവും ചെന്നു തന്റെ തൃപ്പാദം പണിഞ്ഞിടുകിൽ ദൈവ രക്ഷ ചെയ്തിടുമെന്നും. കൃത്യമായി തന്നരികിൽ നിത്യവും ചെന്നു തന്റെ തൃപ്പാദം പണിഞ്ഞിടുകിൽ ദൈവം രക്ഷ ചെയ്തിടുമെന്നും. രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ, രാവിലെ ഉണരണം നീ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് ഒന്നിച്ചു പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സന്തോഷിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. തുടർന്നുള്ള സമയം ദൈവവചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണല്ലോ. നേരത്തെ പ്രസ്താവിച്ചതുപോലെ കൊട്ടാരക്കരയിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവറുകൾ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ടല്ലോ. താൻ ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. അതിനായിട്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരുമിച്ച് ഈ വിശുദ്ധ ദിവസം വൈകുന്നേര സമയത്തായിരിക്കാൻ ദൈവം കൃപ തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക്, മണിക്കൂറുകളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നീണ്ട ഏകദേശം 365ഓളം ദിവസങ്ങൾ നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. കർത്താവിൻ്റെ വിശ്വസ്തതയുടെ ഒരു വർഷം കൂടെ. എന്നാൽ നാം എത്രത്തോളം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നു എന്നുള്ളത് ഈ അവസാന സമയത്ത് നോർക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വിശ്വസ്തതയ്ക്കനുസരിച്ച് ദൈവം നമ്മെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്കറിയാം, ഡിസ്നി എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തിൽ കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു പത്ര ഓഫീസിൽ ഒരു ജോലിക്കായിട്ട് കടന്നു ചെന്നു. അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിട്ട് ഡിസ്നിയോട് മറുപടി പറഞ്ഞു, താങ്കൾക്ക് ഒട്ടും ഭാവനയില്ല, താങ്കൾക്ക് ചിന്തിക്കാൻ കഴിവില്ല, അതുകൊണ്ട് താങ്കൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങളെ ഇവിടെ ജോലിക്ക് എടുക്കുവാൻ ബുദ്ധിമുട്ടാണ്. വളരെ നിരാശനായി അദ്ദേഹം ഭവനത്തിൽ വന്നു. ചില നാളുകൾ അങ്ങനെ കഴിച്ചുകൂട്ടി. ആ ഭവനത്തിൽ വളരെ നിരാശനായി കഴിച്ചുകൂട്ടിയ സമയത്ത് രൂപപ്പെടുത്തിയ ഒരു വസ്തുതയാണ് ഡിസ്നി വേൾഡ് എന്ന് പറയുന്ന ഒരു ബൃഹത്തായ സ്ഥാപനം. ഏക്കർ കണക്കിന് സ്ഥലങ്ങളും
അദ്ദേഹത്തിൻ്റെ കീഴിൽ രൂപപ്പെട്ട അനിമേഷൻ കഥാപാത്രങ്ങളൊന്ന് ഈ ലോകത്തിൽ ഏറ്റവും വിശ്വവിഖ്യാതമായൊരു വസ്തുതയാണ്. ഒരു വശത്ത് ഭാവനയില്ല, ചിന്തിക്കാൻ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് അധികാരികൾ പുറംതള്ളിയ മനുഷ്യൻ ഇന്ന് ലോകമറിയപ്പെട്ട ഒരു ചിന്തകനായോ ഒരു 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 കഴിവുള്ള മനുഷ്യനായി അല്ലെങ്കിൽ ഒരു ചിന്തിക്കുന്നവനായി തീർന്നു. ആ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനും ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പലപ്പോഴും നമ്മൾ പറയും, ഒരു വർഷം കടന്നു പോകുമ്പോൾ കഴിവില്ലായ്മയുടെ വർഷങ്ങൾ, എനിക്ക് പലതും പറ്റിയില്ല, എന്നാൽ അടുത്ത വർഷം കിട്ടുന്നെങ്കിൽ ചിലത് ചെയ്യാം. വീണ്ടും ഒരു കഴിവില്ലായ്മയുടെ വർഷം കടന്നുപോയി. ഞാൻ എപ്പോഴും ഓർക്കും, ഓരോ നിമിഷത്തിനും അതിൻ്റെതായ വിലയുണ്ട് ദൈവസന്നിധിയിൽ. ഈ കഴിഞ്ഞു പോകുന്ന ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ലഭിക്കുകയില്ല. ആ നിമിഷം ഏതെങ്കിലും നിലയിൽ ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തെ വില സ്വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ചില കാര്യങ്ങളിലേക്ക് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ടൊന്ന് വായിക്കേണ്ട ആവശ്യമായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 22-23. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. എന്നാൽ വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതി. അടുത്തത് നിങ്ങളെല്ലാവരും അടുത്ത സെന്റൻസ് ഒന്ന് വായിക്കണം. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഈ വേദഭാഗം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ സ്ഥലം സഭയിലും ചിന്തിക്കാനായിട്ട് ഇടയായി. മറ്റു ചില ആശയങ്ങളിലേക്കാണ് ഇന്ന് സായന്തന സമയത്ത് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ വളരെ പോസിറ്റീവായ ചില കാര്യങ്ങൾ യോസഫിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാ? അവൻ ഏറ്റവും ഫലപ്രദമായ ഒരു വൃക്ഷം എന്ന് പറഞ്ഞാൽ എപ്പോഴും അവനിൽ ഫലമുണ്ട്. അവനിൽ ഫലമില്ലാത്ത ഒരു നിമിഷം പോലും ഇല്ല. പിതാവിനും സഹോദരങ്ങൾക്കും സമൂഹത്തിനും ഇവൻ ശത്രുക്കൾക്ക് പോലും എപ്പോഴും ഫലം കൊടുക്കുന്ന ഒരു വൃക്ഷമാണ് യോസഫ്. ഇനി അടുത്തത്, അവൻ നീരുറവിനരികെയാണ് അവൻ പാർക്കുന്നത്. അവന് എവിടെ ആയിരിക്കണമോ അവിടെയാണ് അവൻ ആയിരിക്കുന്നത്. അവൻ എവിടെ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അവിടെ തന്നെ അവൻ നിൽക്കുകയും അവിടെ നിന്നുകൊണ്ട് എപ്പോഴും ഫലം കായ്ക്കുകയും ചെയ്യുന്ന ഒരു വൃക്ഷമാണ് യോസഫ്. ഇനിയും അതിൻ്റെ കൊമ്പുകൾ മതിലിന്റെ മേൽ പടർന്നു എന്ന് പറഞ്ഞാൽ ഒരു മതിലിനേക്കാൾ ഉയരത്തിൽ അവൻ വളർന്നു. ഒരു മതിലിനേക്കാൾ ഉയരത്തിൽ വളരുക മാത്രമല്ല, നിങ്ങൾക്കറിയാം, ഒരു രാജകൊട്ടാരത്തിന്റെ മതിലിൽ നിൽക്കുന്ന ആൾക്ക് അതിന്റെ മുകളിൽ കൊടയായിട്ടൊന്നുമില്ല. ആ വെയിലത്ത് തന്നെ നിൽക്കണം, ആ ചൂടത്ത് നിൽക്കണം. പക്ഷെ അവിടെ നിന്നേ പറ്റൂ. രാജകൊട്ടാരം ആ മതിൽ സൂക്ഷിക്കണമെങ്കിൽ ആ വെയിലിൽ അവരവിടെ നിന്നേ പറ്റൂ. പക്ഷെ ഇവിടെ യോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇവന്റെ ചില്ലകൾ മതിലിന്റെ മുകളിൽ പറന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തണല് കിട്ടുവാൻ അർഹതയില്ലാത്തവർക്ക് പോലും ആര് തണലായി? യോസഫ് തണലായി. എത്ര ശ്രേഷ്ഠമേറിയ ഒരു വസ്തുതയാ. ഞാനത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വർഷം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ഇത് വലിയവനായി ദൈവം തന്നെ പറയുന്ന സെന്റൻസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഈ വർഷം പോകുമ്പോൾ വലിയവനായി ദൈവം നമ്മെ നോക്കിയിട്ട്, എന്നെ നോക്കിയിട്ട്, മകനെ മകളെ, നീ ഒരു ഫലപ്രദമായ വൃക്ഷമായിരുന്നു ഈ വർഷം എന്ന് പറയാനായിട്ട് കഴിയുമോ? നിന്റെ കൊമ്പുകൾ മതിലിന്റെ മുകളിലുള്ളവർക്ക് പോലും തണലായിരുന്നു എന്ന് പറയാനായിട്ട് കഴിയുമോ? നീ ആയിരുന്ന സ്ഥാനം എന്ന് പറയുന്നത് നീരുറവുള്ള ഒരു സ്ഥാനമായിരുന്നു എന്ന് പറയാനായിട്ട് കഴിയുമോ? അതാണ് ഈ വർഷത്തെ അവസാന സമയത്തേക്ക് വരുമ്പോൾ നാം ഒക്കെ ദൈവസന്നിധിയിൽ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഞാൻ അവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗത്ത് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും, യോസഫിന് എന്തിന്റെ കുറവാ ഉള്ളേ? അവനെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു, അവന് വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവൻ എന്താ വളർന്ന കുഴപ്പം? അവനെല്ലാ സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്തു, അവന് വേണ്ടുന്നതെല്ലാം പകർന്നു. അപ്പോൾ അവന് വളരാം, അവന് ഇത്രമാത്രം ഉയരത്തിലെത്താം. നോക്കുക, അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഏത് സാഹചര്യത്തിലാണ് യോസഫ് ഈ പൊസിഷനിൽ എത്തിയതെന്ന് അവിടെ വായിക്കുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു,
അവർ എയ്തു എന്ന് പറഞ്ഞാൽ ആർക്കെതിരെ എയ്തു? യോസഫ് എന്ന വ്യക്തിക്ക് നേരെ എയ്തു. ചിന്തിക്കണേ, എത്ര വില്ലാളികൾ ഉണ്ടാകും? മിനിമം ഒരു 300 മുതൽ 1000 അല്ലെങ്കിൽ അങ്ങോട്ടുണ്ടാകും. ഒരു 300 പേരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ഒരാൾ ഒരമ്പ് ചെയ്താൽ 300 പേരുടെ 300 അമ്പുകളും ഇവിടെ യോസഫ് എന്ന ഒരു വ്യക്തിയുടെ നേരെ കടന്നു വരിക. നിങ്ങൾ ചിന്തിക്കണം, യോസഫിന്റെ ഭാഗത്ത് യോസഫ് മാത്രമേ ഉള്ളൂ, എന്നാൽ സകല വില്ലാളികളും അവനെതിരെ എഴുതു. ഞാൻ അവിടെ ഇങ്ങനെ ഒരു വ്യാഖ്യാനം നൽകട്ടെ. ആക്ഷരികമായ ഭൗമികമായ ഒരു വില്ല് എഴുതു എന്നതിനേക്കാൾ അവനെ ഏതൊക്കെ നിലയിൽ ഉപദ്രവിക്കാമോ ആ നിലയിലെല്ലാം അവനെ ഉപദ്രവിച്ചു. ആരൊക്കെയാണ് ഉപദ്രവിച്ചത് നിങ്ങൾക്കറിയാം. എവിടുന്ന് ആരംഭിച്ചത്? അവന്റെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ചു. ഈ വില്ല് എയ്ത് ആരംഭിച്ചത്, അല്ലെങ്കിൽ അമ്പ എയ്ത് ആരംഭിച്ചത് അവന്റെ ഭവനത്തിൽ നിന്നാ. ആരാണ് തുടങ്ങിയത്? അവന്റെ സ്വന്തം സഹോദരന്മാർ. അവന്റെ വില്ലുകൾ, അവന്റെ നേരെതിരെ കടന്നു വന്ന അമ്പുകൾ എവിടെ നിന്ന് ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ അവന്റെ കുടുംബത്തിൽ നിന്ന് ആരംഭിച്ചു. തീർന്നില്ല, അവൻ പബ്ലിക് ഫിഗറായി. പബ്ലിക് എന്നപ്പോൾ സമൂഹത്തിൽ നിന്നുള്ള അമ്പുകൾ അവന്റെ നേരെ വന്നു. ഒരു ഭവനത്തിൽ ജോലിക്കായിട്ട് ചെന്നപ്പോൾ, സേവകനായിട്ട് ചെന്നപ്പോൾ, ആ ഭവനത്തിനുള്ളിലെ ശത്രുവിന്റെ ഭാഗത്തു നിന്നുള്ള അമ്പുകൾ അവന്റെ നേരെ കടന്നു വന്നു. കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ അവിടെ, കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവിടെ, അവൻ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം അവനെതിരെ അമ്പുകൾ ഇങ്ങനെ വർഷിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഒരു വസ്തുത, യാഥാർത്ഥ്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, അതിലൊരമ്പ് പോലും യോസഫിന്റെ ശരീരത്തിൽ പതിക്കുവാൻ ഇടയാകാത്തതിന്റെ കാരണം അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. ഇവിടെ വായിക്കേണ്ടത് അവനും തിരിച്ച് അമ്പ ചെയ്തു എന്നല്ലേ. അവന്റെ വില്ലിന്റെ പ്രത്യേകത എന്താ? ശ്രദ്ധിക്കണേ. ഞാൻ വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്താ അവിടെ വില്ലെന്ന് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം? ഒരു വില്ല് കൊണ്ട് മാത്രം ഇത്രയും അമ്പുകളെ എങ്ങനെ നേരിടാനായിട്ട് കഴിയും? ഇല്ല, ഞാൻ ഇങ്ങനെ പറയാം, ഒരമ്പ് കൃത്യസ്ഥാനത്തെത്തണമെങ്കിൽ, വീണ്ടും പറയാം, ഒരമ്പ് കൃത്യസ്ഥാനത്തെത്തണമെങ്കിൽ വില്ല് എങ്ങനെ ആയിരിക്കണം? വില്ല് മാക്സിമം ദൈവസന്നിധിയിൽ വളയണം. വില്ല് എത്രത്തോളം വളയുന്നുവോ അത്രത്തോളം അമ്പിന് ശക്തി കൂടും, അത്രത്തോളം അത് ആ കറക്റ്റ് പൊസിഷനിൽ എത്തിച്ചേരും. യോസഫേ, നിന്റെ വില്ല് സ്ട്രോങ് ആയിരുന്നു എന്ന് പറയാൻ കാരണം, നിനക്കെതിരെ അനേകം അമ്പുകൾ വന്നു, പക്ഷെ നിന്റെ വില്ല് സ്ട്രോങ് ആയിരുന്നു. കാരണം നീ വില്ലായിരുന്നു. നീ ദൈവസന്നിധിയിൽ എത്രത്തോളം വളഞ്ഞുവോ, എത്രത്തോളം മുട്ടുകുത്തിയോ, എത്രത്തോളം താണുവോ അത്രത്തോളം ഈ അമ്പുകളെല്ലാം അവനിൽ വന്ന് പതിക്കേണ്ടതിന് പകരം സ്ഥാനം തെറ്റി എവിടെയൊക്കെയോ പോയി. ദൈവത്തിന്റെ സ്തോത്രം. അതാണ് ഈ 3 വാക്യത്തിന്റെ അർത്ഥം. ഇന്ന് ആ വാക്യം മാത്രം പറഞ്ഞാൽ മതി, നിങ്ങൾക്കൊരു വലിയ ദൂത് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആ വാക്യവും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് പറഞ്ഞാൽ യോസഫിന്റെ ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത് അവനൊരു വില്ലായിരുന്നു. ആ വില്ല് മാക്സിമം വളഞ്ഞു. മാക്സിമം ദൈവസന്നിധിയിൽ കുനിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിലെ വിശ്വാസമാകുന്ന, പ്രാർത്ഥനയാകുന്ന, പ്രതീക്ഷയാകുന്ന, പ്രത്യാശയാകുന്ന അമ്പുകൾ തറയ്ക്കേണ്ടടുത്ത് തന്നെ എത്തി. അവന് നേരെ വന്ന വില്ലുകൾ അവനിൽ പതിക്കാതെ എവിടെയൊക്കെയോ പോയി. അവൻ സ്വാതന്ത്ര്യമുള്ളവനായി, സംരക്ഷിക്കപ്പെട്ടവനായി, സ്വതന്ത്രനായി അവൻ തീർന്നു. ഇത് യോസഫ് യാക്കോബ് ദൈവാത്മാവിൽ പറയുന്ന ഒരു കൽപ്പന. ഇനിയും ഈ യോസഫിന്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് കടന്നു വരട്ടെ. താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനായിട്ട് കഴിയും. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. യോസഫിനെ അനേക വില്ലുകൾ, അമ്പുകൾ അവനെതിരെ കടന്നു വന്നു. ഒരു വാക്യം കൂടെ ഈ ഭാഗത്തു നിന്ന് മാത്രം വായിച്ചിട്ട് വേറൊരു വേദഭാഗത്തിലേക്ക് പോകുന്നു. ഇവനെക്കുറിച്ച് എഴുതി അവസാനിപ്പിക്കുന്ന ഭാഗം നോക്കുക. 26-ാം വാക്യത്തിൽ, നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ എൻ്റെ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്കു മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസഫിന്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകയിലും വരും. എന്ന് പറഞ്ഞാൽ, അനുഗ്രഹം കൊടുക്കുമ്പോൾ പറയാം, പിതാക്കന്മാരുടെ അനുഗ്രഹം അങ്ങനെ തലമുറയോളം ലഭിച്ചു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കഥാപാത്രത്തെ, യോസഫേ, നിന്റെ തലയിലും അത്. നോക്കുക, മറ്റൊരു വ്യക്തിയെക്കുറിച്ചും യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ ഇത് പറയുന്നില്ല. പിതാക്കന്മാരുടെ അനുഗ്രഹം നിനക്കുണ്ടാകും ഇവിടെ പറയുന്നില്ല. പക്ഷെ യോസഫിനോട് പറയാണ്, പിതാക്കന്മാരുടെ അനുഗ്രഹം നിനക്കുണ്ടാകും. അതിന്റെ കാരണം ആ മുകളിൽ എഴുതിയിരിക്കുന്നത്, അവനൊരു ഫലപ്രദമായ വൃക്ഷമായിരുന്നു.
അവൻ്റെ വ്യക്തി ജീവിതത്തിൽ അവൻ ഫലപ്രദമായൊരു വൃക്ഷമായിരുന്നു. അവൻ്റെ കുടുംബ ജീവിതത്തിൽ അവനൊരു ഫലപ്രദമായ വൃക്ഷമായിരുന്നു. അവൻ്റെ മക്കളുടെ മുമ്പിൽ, ഭാര്യയുടെ മുമ്പിൽ അവനൊരു ഫലപ്രദമായ വൃക്ഷമായിരുന്നു. അവൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ ഫലപ്രദമായൊരു വൃക്ഷമായിരുന്നു. അവൻ്റെ പിതാവിൻ്റെ മുമ്പിൽ അവൻ ഫലപ്രദമായൊരു വൃക്ഷമായിരുന്നു. ശത്രുവിൻ്റെ മുമ്പിൽ അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നു. ആരും കാണുന്നില്ല എന്ന് പറയുന്ന ഏകാന്തതയിലും, തെറ്റ് ചെയ്താൽ ആരും അറിയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലും അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നു. കാരാഗ്രഹത്തിലും അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നു. എന്തിനേറെ പറയുന്നു, രാജകൊട്ടാരത്തിൽ, ആ മന്ത്രിപദത്തിൽ, രാജപദവിയിൽ എത്തിയപ്പോഴും അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നു. വീണ്ടും തൻ്റെ എതിരാളികളായി തീർന്ന സഹോദരന്മാർ നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴും കരയുമ്പോഴും അവൻ അപ്പോഴും ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നു. ഈ സ്ഥാനത്തെങ്ങും യോസഫ് പ്രതികരിക്കുകയോ എതിർക്കുകയോ ഉപദ്രവിക്കുകയോ തൻ്റെ വായിൽ നിന്നൊരു വാക്കുപോലും കേൾക്കുവാനിടയാകാതെ അവൻ്റെ വായ് സൈലന്റ് ആയിരുന്നു. അവൻ്റെ നാവ് സൈലന്റ് ആയിരുന്നു. അവൻ നിശബ്ദനായി അവിടെ നിന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അവനക്ക് ഭക്ഷണവുമായിട്ട് വരുമ്പോൾ, അവർ പിടിച്ച് കാരാഗ്രഹത്തിലിടുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിവും പ്രാപ്തിയുള്ളവൻ അവൻ എന്ത് ചെയ്യണം? ഇവരെല്ലാം പിടിച്ചു തള്ളി ഓടാം, എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടാം കഴിയുമായിരുന്നു. പക്ഷെ ചെയ്തില്ല. ചേട്ടന്മാർ ചെയ്യുന്ന നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അതിന് കീഴ്പ്പെട്ടിരിക്കുക. അവരെന്താ ചെയ്യുന്നത്? അവർ പറഞ്ഞ പോലെ നിൽക്കുക, അവരെ പറയുന്ന പോലെ അനുസരിക്കുക. അവിടെയും തൻ്റെ സഹോദരന്മാർക്ക്, ജ്യേഷ്ഠന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുവാനുള്ളൊരു മനസ്സ്, തന്നെ ഉപദ്രവിക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് കൂടെ അതിനും കീഴ്പ്പെട്ടിരിക്കാനുള്ളൊരു മനസ്സ്, പിടിച്ച് ആ ഇസ്മായിലെ കച്ചവടക്കാർക്ക് വിൽക്കുമ്പോൾ അവരിലും താൻ അടങ്ങിയിരിക്കാനുള്ള, കീഴ്പ്പെട്ടിരിക്കാനുള്ള ഒരു മനസ്സ്. പോത്തീഫറിന്റെ ഭവനത്തിൽ അവനെ ആ ഒരു ജോലിക്കായിട്ട് ആക്കിയപ്പോഴും അവിടെയും അടങ്ങിയിരിക്കുവാൻ, കീഴ്പ്പെട്ടിരിക്കുവാനുള്ള ഒരു മനസ്സ്. തൻ്റെ ഭാര്യ അവനെ നിർബന്ധിച്ച് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുവാനുള്ള അവൻ്റെ മനസ്സ്. കൊട്ടാരത്തിൽ, ജയിലിൽ ചെന്നപ്പോഴും അവിടെയും കൂടെ കള്ളന്മാരും ഒക്കെ ഉണ്ട്, അവിടെയും നിശബ്ദനായി നിന്ന് ദൈവം മുമ്പിൽ അടങ്ങിയിരിക്കുവാനുള്ള ഒരു മനസ്സ്. ഒടുവിൽ ഫറവോന്റെ മുമ്പിൽ എത്തിയപ്പോൾ അവിടെയും നിശബ്ദനായി അടങ്ങിയിരിക്കുവാനുള്ള ഒരു മനസ്സ്. ഒടുവിൽ തൻ്റെ പിതാവും സഹോദരന്മാരും ഗോശൻ ദേശത്ത് പാർപ്പിച്ചപ്പോഴും അവിടെയും അവൻ നിശബ്ദനായിരുന്നു. പക്ഷെ അവിടെ അവനൊരു വാക്ക് നിങ്ങൾ പറയുന്നതറിയാം. യോസഫിന്റെ സ്വപ്ന വ്യാഖ്യാനങ്ങൾ മാത്രമാണ് യോസഫ് വാ തുറന്ന് സംസാരിച്ചത്. അല്ലാതെ എന്തെങ്കിലും സംസാരിച്ചോ നിങ്ങൾക്കറിയാമോ? സൈലന്റ് ആയിരുന്നു. മാത്രമല്ല, പോത്തീഫറിന്റെ ഫീൽഡിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അവിടെ വായിക്കുന്നത്, നിന്നെ അല്ലാതെ എന്ന് പറഞ്ഞാൽ നിന്നെ ഒഴിച്ച് ബാക്കി എല്ലാം യജമാനൻ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, അതിൽ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാത്ത ഒന്നിനെ ഞാൻ തൊടുകയില്ല. അവിടെ വായിക്കുന്നത്, ആ സഹോദരി അവനെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ, ഇവിടെ ആരുമില്ല, നമ്മൾ രണ്ടുപേരുമേ ഉള്ളൂ, അതുകൊണ്ട് വന്നാട്ടെ എന്ന് പറഞ്ഞവൻ ഉടുപ്പിൽ പിടിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഈ വീട്ടിൽ നിന്നെ മാത്രം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ലാത്തത് കൊണ്ട് എനിക്കത് തൊടുവാൻ അധികാരമില്ല എന്ന് പറഞ്ഞാൽ അർഹമല്ലാത്തതിനെ അന്വേഷിക്കുന്നവനായിരുന്നില്ല, ആഗ്രഹിക്കുന്നവനായിരുന്നില്ല യോസഫ്. എന്നാൽ തൻ്റെ ചുമതലയിലുള്ളതിനെ വിശ്വസ്തയോടെ സംരക്ഷിക്കുവാൻ അവനിടയായി. ആ സെന്റൻസ് ദൈവം അംഗീകരിച്ചു. അവൻ ഓടിപ്പോയി, എങ്കിലും ദൈവം അവനെ മാനിച്ചു. തൻ്റെ സഹോദരന്മാർ വന്നപ്പോൾ അവരുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ അന്ന് ആ ഇസ്മായിലിക്കാർക്ക് വിറ്റുകൊടുത്ത നിങ്ങളുടെ സഹോദരൻ തന്നെയാണ് ഞാൻ. ഒരു പ്രതികാരവും അവിടെ ചെയ്തില്ല, ഒരു ഉപദ്രവവും അവിടെ ചെയ്തില്ല, ഒരു വഴക്കും അവിടെ പറഞ്ഞില്ല, അവരെ ഒന്നും നിന്ദിച്ചില്ല. അവരുടെ മുമ്പിലും സ്നേഹത്തോടെ നിൽക്കുക. അതാണ് ഇവിടെ വായിക്കുന്ന ഫലപ്രദമായ ഒരു വൃക്ഷം. ഞാൻ ആ ഭാഗം പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കുക. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, നമ്മുടെ എവിടെയായിരുന്നാലും ഈ വാക്ക് ദൈവം നമ്മെക്കുറിച്ച് പറയണം. സഹോദര സഹോദരി, താങ്കൾ ഒരു ഫലപ്രദമായ ഒരു വൃക്ഷമായിരിക്കണം. സ്ത്രീയെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ പറയുമ്പോൾ എഴുതിയിട്ടുണ്ട്, അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം വെക്കേണ്ടുന്ന സമയത്ത് വെക്കുന്നു, ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നു, കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നു. അവൾ ഒരു വസ്തുവിന്മേൽ കണ്ണ് നട്ട് അതിന് പണം സമ്പാദിച്ചത് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി. അതാണ് സാമർഥ്യമുള്ള ഭാര്യയെക്കുറിച്ച് വായിക്കുന്നത്. ഇവിടെ ഫലപ്രദമായൊരു വൃക്ഷത്തെക്കുറിച്ച് പറയുന്ന വ്യാഖ്യാനങ്ങളാണ്, ആശയങ്ങളാണ് ഞാൻ ഇതുവരെ കടന്നു പോകുന്ന. 2-3 കാര്യങ്ങൾ മാത്രം അതിനോട് ചേർന്ന് ഞാനൊന്ന് വായിക്കട്ടെ. 39-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം തന്നെ 39-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ആദ്യം നമുക്കൊന്ന് വായിക്കാം. 39-ാം അധ്യായം എല്ലാവരും എടുത്ത് നോക്കുക. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി.
ശ്രദ്ധ വിട്ടു പോകരുത്. നിങ്ങൾ നോക്കുക, യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. അതിനെ മറുവശം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അവനോടുകൂടെ യഹോവ ഇല്ലായിരുന്നു എങ്കിൽ അവൻ എന്താകില്ലായിരുന്നു? അവൻ ഉയരത്തില്ലായിരുന്നു, അവനൊരു ഉയർച്ചയുണ്ടാകില്ല. ഇപ്പോൾ അവൻ ഉയർച്ച ലഭിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. യോസഫിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ധൈര്യവും വിജയമെന്ന് പറയുന്നത്, അവന്റെ ഉറപ്പ്, അവന്റെ ശക്തി എന്ന് പറയുന്നത്, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഈ വർഷം അവസാനിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പറയാം, ഇന്ന് രാത്രിയിലും നമ്മുടെ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഇന്ന് രാത്രിയിലും നമ്മുടെ ദൈവം നമ്മോടുകൂടെയുണ്ട്. പലപ്പോഴും ഞാനിങ്ങനെ ഉദാഹരണം പറയും, ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരാൾ കൈവച്ചാൽ എന്തോ ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. എന്തോ ഒരു കണ്ണിന് മുമ്പിലൂടെ പോയല്ലോ ഒരു ഫീലിംഗ്. നിങ്ങൾ നോക്കിയാൽ മതി, കണ്ണടച്ചിട്ടൊന്ന് വെച്ച് നോക്കിയാൽ മതി, എന്തോ ഒരു ഫീലിംഗ്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ഫീലിംഗാണ്, ഒരനുഭവമാണ്, അതൊരു പ്രത്യേക അനുഭവമാണ്. ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു അനുഭവം, എൻ്റെ ദൈവം എൻ്റെ കൂടെ. ഇനി ആ വാക്യം കൂടെ ചേർത്ത് പറയാം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ കൃതാർത്ഥനായി എന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മിൽ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരു വർഷക്കാലം അയ്യോ ഫെയിലിയറായിപ്പോയി, എനിക്ക് പറ്റിയില്ല. ആഗ്രഹമുണ്ടായിരുന്നു, പറ്റിയില്ല. ഞാൻ പ്ലാൻ ചെയ്തു, പറ്റിയില്ല. നെഗറ്റീവ്സ് എല്ലാം കഴിഞ്ഞില്ല. എന്നാലും തിരിച്ചു ചോദിക്കാം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് കഴിഞ്ഞു എന്ന് പറയാൻ, ചിലതിൽ എനിക്ക് നേട്ടം ഉണ്ടായി എന്ന് പറയാൻ, ചില പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച് നേടി എന്ന് പറയാൻ. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാക്ഷ്യം. ഒന്ന്, യോസഫിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധൈര്യം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അതേ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, നോക്കുക, രണ്ടാമത്തെ വാക്യത്തിന്റെ അവസാന മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ അവനോടുകൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും സാധിപ്പിക്കുന്നുവെന്നും അവന്റെ യജമാനൻ. ശ്രദ്ധിച്ചു കേട്ടോണേ, ഒന്നാമത് യോസഫ് പറയുന്നു യഹോവ എൻ്റെ കൂടെ ഉണ്ട്. രണ്ടാമത് അവന്റെ യജമാനൻ, അത് വേറൊരു വ്യക്തിയാ, പുറജാതി, വേറൊരു ആള്. യഹോവ അവന്റെ കൂടെ. രണ്ടും വ്യത്യാസമുണ്ട്. യഹോവ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള പേഴ്സണൽ ടെസ്റ്റിമണിയാ, എൻ്റെ കൂടെ ഉണ്ട്. ഉണ്ടേലും ഇല്ലേലും ഞാൻ അങ്ങനെ പറയും. ഉണ്ടേലും ഇല്ലേലും നമ്മളെന്ത് പറയും? ഉണ്ട്. നമുക്കത് ഫീൽ ചെയ്തില്ലേലും പറയും തീർച്ചയായിട്ടും ദൈവം എൻ്റെ കൂടെ ഉണ്ട്. കള്ളം പറഞ്ഞാലും പറയും പിന്നെ ഇവൻ നമ്മോട് കൂടെ ഉണ്ട്. അത് പേഴ്സണൽ, നമ്മൾ തന്നെ പറയുന്നത്. പക്ഷെ നോക്കുക, എന്നെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നതിന് വിലയുണ്ട്. യജമാനൻ പറയാണ് യഹോവ എൻ്റെ കൂടെ എന്നല്ല, യഹോവ അവൻ്റെ കൂടെ. യജമാനൻ എങ്ങനെ മനസ്സിലായി? യോസഫിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് യജമാനൻ എങ്ങനെ മനസ്സിലായി? അവനെ ആ ഭവനത്തിൽ കൊണ്ടുവന്നത് മുതൽ ഈ യജമാനൻ അവനെ വാച്ച് ചെയ്യുക. ഇവന്റെ പ്രവൃത്തി, ഇവന്റെ പ്രതികരണം, ഇവന്റെ സ്റ്റൈല്, ഇവന്റെ രീതി, ഇവന്റെ പ്രാർത്ഥന, ഇവന്റെ ഓരോ സ്വഭാവങ്ങളും വാച്ച് ചെയ്തപ്പോൾ മനസ്സിലായി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലല്ല അവൻ അവിടെ ജീവിക്കുന്നത്, അവനൊരു ദൈവ പൈതല. എന്നിട്ട് യജമാനൻ പറയുന്നു അവനോടുകൂടെ ദൈവം ഉണ്ട്. തീർന്നില്ല. അടുത്ത സെന്റൻസ് ആണ് എന്നെ ചിന്തിപ്പിച്ചത്. എഴുതിയിരിക്കുന്നു, അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നതു എന്ന് യജമാനൻ കണ്ടു. എന്താ അവൻ ചെയ്യുന്നത്? അവന്റെ കൂടെ യജമാനൻ പറയാണ് അവന്റെ കൂടെ ദൈവമുണ്ട്, പ്ലസ് അവൻ എന്ത് ചെയ്താലും അത് നടക്കുന്നു. അതിന്റെ അർത്ഥം ഞാൻ എന്ത് ചെയ്താലും ഒന്നും നടക്കുന്നു. ഞാൻ ഇത്രയും ഉന്നത അധികാരത്തിലിരിക്കുന്ന മനുഷ്യൻ, എൻ്റെ കീഴിൽ ഒരുപാട് ആളുകളുണ്ട്, പട്ടാളക്കാരുണ്ട്, പക്ഷെ ഞാനൊന്നും ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവൻ അത് പറ്റുന്നു. യോസഫിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ശക്തി, എൻ്റെ കൂടെ ദൈവമുണ്ട്, മറിച്ച് രണ്ട്, ഞാൻ എന്ത് ചെയ്താലും അത് സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഒരു വർഷം വീണ്ടും ദൈവം നമുക്ക് തരുന്നെങ്കിൽ നിങ്ങൾ ഇത് ഓർക്കുക, നമ്മുടെ കൂടെ ദൈവമുണ്ട്. നമ്മുടെ ആഗ്രഹം ദൈവഹിതമാണെങ്കിൽ അത് സാധിപ്പിച്ചു തരുന്ന ദൈവവും നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. പലപ്പോഴും പറയും വളരെ നാളുകൊണ്ട് ആഗ്രഹിച്ചു, ജോലി കിട്ടുന്നില്ല, വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, രോഗം വന്നു മാറുന്നില്ല, വർഷങ്ങളായി. അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭവനത്തിന്റെ വിഷയം, ഒരു റിനോവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം, ഒരുപാട് വിഷയങ്ങൾ. ഒരിക്കലൊരു സഹോദരി പറഞ്ഞു, എൻ്റെ അടുക്കളയെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക, ഒന്ന് റിനോവേഷൻ ചെയ്യണം, എപ്പോഴും താഴെ വീഴുമെന്ന് അറിയില്ല, പക്ഷെ ഒരുപാട് പണം വേണം, എനിക്കത് സാധിക്കുന്നില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
ഒരു ദിവസം അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഇത് ഈ സംഭവം മൊത്തം നിങ്ങൾ ഇന്നോവേഷൻ ചെയ്യണം. ഇവർ പോലും അറിയാതെ പിറ്റേ ദിവസം പണിക്കാരും സാധനവും അവരുടെ വീട്ടിലെത്തി. വീട്ടുകാർ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ വന്നേ? നിങ്ങളുടെ അടുക്കളയ്ക്ക് പണിയുണ്ടെന്ന് കണ്ടു. വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. അവരുടെ പ്രിയപ്പെട്ടവരെല്ലാ കാര്യവും ഒരുക്കി. ഞാൻ ഇങ്ങനെ പറയുന്നു, നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവം. ഞാനതിനെപ്പോഴും ഇങ്ങനെ മറുപടിയായിട്ട് പറയും, ഹാഗാർ വീട്ടിൽ നിന്ന് സാറ വഴക്കുണ്ടാക്കി എല്ലാം ഇറക്കി വിട്ടു, പൊക്കോ, ഇച്ചിരി വെള്ളവും അപ്പവും ഒക്കെ കൊടുത്ത്. അവള് വെള്ളവും തീർന്നു, അപ്പവും തീർന്നു. പൊടിക്കുഞ്ഞാണ്, മരിച്ചു പോകും. കൊടും വെയില്, ഒരു ചെറിയ ചെടിയുടെ തണൽ എത്രത്തോളം ഉണ്ട് അവിടെ ഇട്ടിട്ട് അവൾ അല്പം ദൂരം മാറിപ്പോയിരുന്നു കരഞ്ഞപ്പോൾ അവര് ചിന്തിച്ച, ഇവിടെ ആര് കാണാനാ, നമ്മളൊക്കെ കരയുന്നെങ്കിൽ ഇവിടെ പോയിരുന്നു കരയും. 10 പേര് കാണുന്നിടത്ത് പോയിരുന്ന് കരയും. 4 പേര് കാണണം, കണ്ടിട്ട് ചോദിക്കണം, എന്തിനാ കരയുന്നേ? അയ്യോ എൻ്റെ വിഷയം ഏതാ. അപ്പോൾ അവരെന്തേലും സഹായം ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കരയുന്നത് കരയണമല്ലോ എന്ന് വെച്ചിട്ടല്ല, ഇവർ കാണണം, നമുക്ക് സഹായം കിട്ടും. പക്ഷേ ഹാഗാർ എവിടെ പോയി കരഞ്ഞു? ആരുമില്ലാത്തൊരു സ്ഥലത്ത്, ഏകാന്തതയുടെ സ്ഥലത്ത്. അവൾക്കറിയാം എന്നെ കാണുന്നവൻ ഇവിടെയുണ്ട്. അവിടെ യഹോവയുടെ ദൂതൻ വന്നു. ഹാഗാറെ, നിനക്ക് ഇവിടെ എന്താ കാര്യം? അയ്യോ, സ്ഥിതിയൊക്കെ പറഞ്ഞു. ഒന്നും പേടിക്കണ്ട, നീ തിരിച്ചു പൊക്കോ. അവിടെ ഒരു നീരുറവും വന്നു, കുടിച്ചോളൂ, കുഞ്ഞിന് കൊടുത്തോളൂ, നീ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥന ദൈവഹിതപ്രകാരമുള്ളതാണ് എങ്കിൽ വലിയവനായി ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം അതെന്ത് ചെയ്യും? സാധിപ്പിച്ചു തരും. അടുത്ത വർഷം കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യം തരുന്നെങ്കിൽ, സ്നേഹിത സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥനയിൽ ഓർത്ത വിഷയങ്ങൾ പേപ്പറിൽ എഴുതി വെച്ച് കൈവച്ച് പ്രാർത്ഥിച്ചോളൂ. അത് സാധിപ്പിച്ചു തരുന്നൊരു ദൈവമുണ്ട്. പണ്ടൊക്കെ ഞാൻ ചിന്തിക്കും, ഒരു 50 രൂപ 100 രൂപയൊക്കെ തരുന്ന ദൈവത്തെ അറിയാം. 50,000 രൂപ ദൈവം തരുമോ? അത് ചെയ്യത്തില്ല, അത് പറ്റത്തില്ല. കാരണം അതൊക്കെ വലിയൊരു തുകയാ. ചെറിയ ചില്ലറ പൈസ ഒക്കെ തരുന്ന ദൈവത്തെ അറിയാം. അല്ല, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, 50,000-ഉം 50 കോടിയും എൻ്റെ ദൈവത്തിന് ഒരുപോലെയുള്ളൂ. അതും സാധിപ്പിച്ചു തരുന്നൊരു ദൈവമാ നമ്മുടെ ദൈവം. യോസഫിന് അത് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമായി തന്നെ തുടരുവാനിടയായി തീർന്നില്ല. ഇനി 39-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് നോക്കുക. മറ്റൊരാശയം അവിടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് യോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു, അവനെ ഗൃഹവിചാരകനാക്കി, തനിക്കുള്ളതെല്ലാം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അടിമയായി വന്ന മനുഷ്യൻ, കെട്ടി വലിച്ച് ചങ്ങലയിട്ട് വലിച്ച് നിരക്കി ആകെ മുറിഞ്ഞ അടി കൊണ്ട് ആകെ പട്ടിണി കിടന്ന് വന്ന ഒരു അടിമ, നോക്കണം, അടിമയായി വന്നൊരു മനുഷ്യൻ ഇപ്പോൾ ഈ വലിയ മോലാളിയുടെ വീടിന്റെ മുഴുവൻ ചുമതല അവന് കൊടുത്തു. നമ്മൾ അന്ന് എങ്ങനെ ചെയ്യുമോ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പോലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, വീടിന്റെ താക്കോല് കൊടുക്കാറില്ല. പക്ഷെ ഇപ്പോ എങ്ങാണ്ടൂന്ന് വന്ന ഒരു അടിമ, ഇവനെക്കുറിച്ച് ഭാര്യ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ യജമാനൻ ഒരു കാര്യം മനസ്സിലായി, ഇവന്റെ കൂടെ ജീവനുള്ളൊരു ദൈവം ഉണ്ട്. നോക്കുക, അവനെ ഗൃഹവിചാരകനാക്കി, യജമാനനുള്ളതൊക്കെയും അവനെ ഏൽപ്പിച്ചു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, തൻ്റെ ഭാര്യയെ ഒഴിച്ച് ബാക്കി മുഴുവനും, അവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ATM കാർഡും വണ്ടിയുടെ താക്കോലും സകലതും അവനെ ഏൽപ്പിച്ചു. യജമാൻ ഒരു കാര്യം അറിയാം, ഇവൻ ഇതുകൊണ്ടൊന്നും അടിച്ചുകൊണ്ട് പോവുകയോ ഇതുകൊണ്ടൊന്നും പാപം ചെയ്യുകയില്ല, വിശ്വസ്തനായിട്ട് നിൽക്കും. നോക്കുക, ഫലപ്രദമായൊരു വൃക്ഷമായി തുടരുവാൻ നമുക്ക് കഴിഞ്ഞാൽ, 2, എൻ്റെ കൂടെ ദൈവമുണ്ടെന്നും ദൈവം സകലതും സാധിപ്പിച്ചു തരുമെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ, ദൈവം അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? ചില അവകാശങ്ങളും അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും ദൈവം നിന്നെ ഏൽപ്പിക്കും. സ്തോത്രം. ചിലപ്പോൾ നിന്നെ ഒരു സുവിശേഷകനായിട്ട് ദൈവം വിളിച്ചു, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കും. എൻ്റെ ആടുകളെ മേയ്ക്കുക. ഒരു മൂപ്പനായിട്ട് നിന്നെ നിയമിച്ചു എന്ന് വരാം. സഹോദരിമാരുടെ മധ്യത്തിൽ ഒരു ഉത്തരവാദിത്വം നൽകിയെന്ന് വരാം. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഒരു ജോലി തന്നെന്ന് വരാം. ഒരു ഓഫീസിൽ ജോലി തരുന്നെന്ന് വരാം. ഒരു സ്ഥാപനത്തിൽ ജോലി തന്നു. ജോലി ചെയ്ത് പണമുണ്ടാക്കി പോരാനല്ല, അവിടെ ദൈവം നമ്മെക്കുറിച്ച് ചിലത് ആഗ്രഹിക്കുന്നു. ചില പൊസിഷൻസ്, ചില അധികാരങ്ങൾ ദൈവം നമുക്ക് തരും, ചില അവകാശങ്ങൾ നമുക്ക് തരും. സമൂഹത്തിലെ അല്പം ഉന്നതമായൊരു സ്ഥാനത്തേക്ക് ദൈവം നമ്മെ ഒന്ന് ഉയർത്തും. ഇപ്പൊ യോസഫിന് വലിയ ആള് കളിച്ച് നിൽക്കാനുള്ള സമയം. ഞാൻ ആരാന്നറിയാമോ? ഇവിടുത്തെ ഏറ്റവും വലിയ മനുഷ്യനായ പോത്തിഫറിന്റെ വീടിന്റെ കാര്യസ്ഥനാണ്. ഞാൻ ചോദിക്കട്ടെ, യോസഫിന്റെ ഈ അനുഭവങ്ങളൊക്കെ വായിച്ചു നോക്കുക. അവിടെ എവിടെയെങ്കിലും യോസഫ് അഹങ്കരിച്ചോ എന്ന് നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവന് ഫലപ്രദമായ ഒരു വൃക്ഷം ആയിരുന്നു. ഇനി താഴേക്ക് വായിക്കുമ്പോൾ, ഇതെല്ലാം അവനെ ഏൽപ്പിച്ചു എന്ന് കണ്ടപ്പോൾ അവിടെയാണ് അവന്റെ പ്രശ്നം ആരംഭിച്ചത്. ഞാൻ ഇതുവരെ പറഞ്ഞെങ്കിൽ പറയാം, സുഖം, സന്തോഷകരമായൊരു മെസ്സേജ് കൊള്ളാം. പക്ഷെ അവിടെ ചില പ്രതിസന്ധികൾ വന്നു. വീണ്ടും അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ എഴുതിയിരിക്കുന്നു,
അവൻ തൻ്റെ വീടിനും തനിക്കുള്ള സകലതിനും അവനെ വിചാരനാക്കിയതു മുതൽ യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. ഞാൻ അവിടെ ഒന്ന് പോസ് ചെയ്യുക. യോസഫിന്റെ നിമിത്തം ശത്രുവിനെ അനുഗ്രഹിക്കുന്ന ദൈവം. ഞാൻ ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചു, ദൈവത്തിന്റെ മക്കളെയല്ലേ അനുഗ്രഹിക്കണ്ടേ കർത്താവേ? ഈ ശത്രുവിനെ അങ്ങ് അനുഗ്രഹിച്ചതിന്റെ കാര്യം എന്താ? അവര് വിഗ്രഹാരാധികളാ, ദൈവത്തെ വേണ്ടാത്തവര്, ജീവനുള്ള ദൈവത്തെ വേണ്ടാത്തവരും ആരാധിക്കാത്തവരെയും കർത്താവെ നീ അനുഗ്രഹിച്ചത് എന്തിനാ? സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്റെ മനസ്സിൽ വെളിപ്പെടുത്തി, ഒരു ദൈവ പൈതൽ, കൃപയുള്ള ദൈവ പൈതൽ ഏത് സ്ഥലത്തുണ്ടോ ആ പ്രദേശത്തെ ദൈവത്തിന് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? കൃപയുള്ള ഒരു ദൈവ പൈതൽ എവിടെയുണ്ടോ, അത് ഗൾഫിലാകാം, അമേരിക്കയിലാകാം, ആഫ്രിക്കയിലാകാം, ഇവിടെയാകാം, ഏത് ശത്രുപാളയത്തിലാണെങ്കിലും ദൈവകൃപയുള്ളവൻ അവിടെ ഉണ്ടെങ്കിൽ ആ ദേശത്തെ അനുഗ്രഹിക്കാതിരിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുകയില്ല. ദൈവം ആ യജമാനനെ അനുഗ്രഹിച്ചു എന്നല്ല അവിടെ വായിക്കുന്നത്, യവൻ നിമിത്തം, യോസഫ് നിമിത്തം, ബിക്കോസ് ഓഫ് ഹിം. എന്താ അവന്റെ പ്രത്യേകത? അവന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അവന്റെ കൂടെ ദൈവമുണ്ട്. നമുക്കറിയാം, ഒരു വെട്ടം ഒരു പൊസിഷനിലേക്ക് അടിക്കുമ്പോൾ ആ കറക്റ്റ് പൊസിഷനിൽ വെട്ടം കാണും, എന്നാൽ അതിന്റെ ചുറ്റുപാടും ചെറുതായിട്ടെങ്കിലും ഒരു വെട്ടം. യോസഫിനെ ദൈവം അനവധിയായി അനുഗ്രഹിച്ചു. എന്നാൽ അവൻ നിന്ന ഭവനത്തെയും ദൈവം അനുഗ്രഹിക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ കൃപ അത്രമാത്രം വലുത്. ഒന്നുകൂടെ ഞാൻ ആ ഭാഗത്ത് പറയാം. വെറുതെ ദൈവം എന്ത് ചെയ്യില്ല, ആ ഭവനത്തെ അനുഗ്രഹിക്കില്ല. അനുഗ്രഹിക്കോ? ഒരു കാരണമില്ലാതെ ഒരു ശത്രുപാളയത്തെ ദൈവം അനുഗ്രഹിക്കോ? ഇല്ല. പിന്നെ യോസഫ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാകും? നിങ്ങൾ ചിന്തിച്ച് പറയാമോ? അവിടെ യോസഫ് എന്ത് ചെയ്തിട്ടുണ്ടാകും? ആ ഭവനത്തിൽ അവൻ ജീവിക്കുമ്പോൾ അവൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? അവന്റെ ശത്രുവിന് വേണ്ടി, അല്ലെങ്കിൽ ആ യജമാനന് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി. സ്തോത്രം. കർത്താവ് അതാ പറഞ്ഞേ, നിങ്ങൾ ശത്രുക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യോസഫ് ആ ഭവനത്തിൽ നിൽക്കുമ്പോൾ, ഇതെന്റെ സ്വന്തം ഭവനമല്ല, അതെവിടെയോ ആണ്, പോകാൻ വഴി അറിയില്ല, എവിടെയാണെന്നറിയാം, എൻ്റെ അപ്പൻ്റെ സഹോദരങ്ങൾ എവിടെയോ ആണ്. ഇപ്പോൾ ഞാൻ ഈ ശത്രുപാളയത്തിലാണ്, ഞാൻ ഈ ഭവനത്തിലാണ്. ഈ ഭവനം എൻ്റേതല്ല. ഒരുപക്ഷെ ഇവർക്ക് എന്നെ കൊല്ലാം, ഇവർക്ക് എന്നെ എന്തും ചെയ്യാം. പക്ഷേ കർത്താവേ, ഞാൻ ഈ ഭവനത്തിൽ നിൽക്കുന്നിടത്തോളം എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും ഈ ഭവനത്തെ ദൈവമേ നീ അനുഗ്രഹിക്കണമെന്നായിരുന്നു യോസഫിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ദൈവം അംഗീകരിച്ചിട്ട് എന്ത് ചെയ്തു? യോസഫിനെ സകല നന്മയും കൊടുക്കുന്നതിനോട് തന്നെ, അവനെ ഉയർത്തുന്നതിനോടുകൂടെ തന്നെ ശത്രുവിനെയും ആ ഭവനത്തെയും ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അവിടെയും യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം ആയിരുന്നു. ഇനി അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരിക. അവിടെയാണ് പ്രശ്നങ്ങൾ വരിക. ഒരു വസ്തുത പറയട്ടെ. യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നത് കൊണ്ട് ഞാൻ അവിടെ ഒന്ന് നിർത്തുകയാണ്, ബാക്കി ഭാഗത്തേക്ക് വരുന്നു. യോസഫ് ആരാണ്? നല്ല സൗന്ദര്യം. ഞാൻ ചോദിക്കട്ടെ, പാടത്ത് പണി ചെയ്യുന്നവൻ, അടിമ, അവരെ ആരെങ്കിലും മനോഹര രൂപി എന്ന് പറയോ? ആകെ ഉണങ്ങി, തൊലിയൊട്ടി, ഞരമ്പെല്ലാം പുറത്തിയാടി, കറുത്ത് കരിക്കട്ടിയായി, ചിലപ്പോൾ മുടിയും കാണുകയില്ല, ആകെ തകർന്ന്, നഖവും വെട്ടത്തില്ല, ശരിക്ക് പല്ലും തേക്കത്തില്ല. കാരണം അവർ അടിമകളാ, അവരെങ്ങനെയും ജീവിച്ചാൽ മതി. പക്ഷെ ഇവിടെ യോസഫിനെ കുറിച്ച് പറയുന്നത് കണ്ടോ? അവൻ മനോഹര രൂപിയും കോമളനും. ഞാൻ ചോദിക്കട്ടെ, ഈ ജോലിക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ പൈസയൊക്കെ കുറച്ച് ഫെയർ ആൻഡ് ലവ്ലിയും അതും ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിലിട്ട് രാത്രി അങ്ങ് അതുവല്ലോ ചെയ്തതാണോ? അല്ല. ഈ കോമളത്വവും ഈ മനോഹരത്വവും യോസഫിന് എവിടുന്ന് കിട്ടിയാന്നറിയാമോ? ഞാനത് വളരെയേറെ ചിന്തിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഈ കോമളത്വം, ഈ സൗന്ദര്യം ഇവന് എവിടുന്ന് കിട്ടി? അതാ ഭവനത്തിലോ ആ സ്ഥലത്തോ ഒന്നും രൂപപ്പെടുത്തിയെടുത്ത സൗന്ദര്യമല്ല, മറിച്ച് അവൻ എത്രത്തോളം ദൈവസന്നിധിയിൽ ഇരുന്നുവോ അത്രത്തോളം അവൻ സൗന്ദര്യത്തിൽ വളർന്നു വന്നു. അവന്റെ ശാരീരികമായിട്ടും ദൈവം അവനെ അനുഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു 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 ജോലിക്കാരനാക്കി പുറന്തള്ളപ്പെടുന്ന ഒരു പ്രാകൃത രൂപക്കാരനല്ല. അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അന്യദേശമാണ്, അടിമയാണ്, ഒക്കെയാണെങ്കിൽ പോലും ദൈവം അവനെ ഭൗമികമായി ഉയർത്തിയത് മാത്രമല്ല, ശാരീരികമായിട്ടും അവനെ ഏറ്റവും ബെസ്റ്റാക്കി അവിടെ നിർത്തി. ഇത്രയും ഞാൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു പോയിന്റിൽ അങ്ങ് നിർത്താം. ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ഇവിടെ വരെ പറയുകയാണെങ്കിൽ എന്ത് സന്തോഷം. അങ്ങനെയെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങ് പോകാം. പക്ഷെ നോക്കുക, ഏത് ഉയർച്ചയുടെ മുമ്പിലും ഒരു മൈനസ് ഉണ്ടാകാം. ഏത് അഭിവൃദ്ധിയുടെ മുമ്പിലും പിശാച് പ്രവർത്തിക്കുമെന്ന് മറന്നു പോകരുത്. ദൈവം എത്രത്തോളം നമ്മെ ഉയർത്തുന്നുവോ
അത്രത്തോളം തന്നെ പിശാച് വന്ന് നമുക്കെതിരെ പ്രവർത്തിക്കും. അവിടെ വായിക്കുന്നത് നിങ്ങൾ നോക്കുക, യജമാനന്റെ ഭാര്യ യോസഫിന്റെ മേൽ കണ്ണു പതിച്ച് എന്നോടുകൂടെ ശയിക്ക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ യജമാനന്റെ ഭാര്യയിലൂടെ പിശാച് അവന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഒന്ന് പാപം ചെയ്യാമോ? ഇനി താഴേക്ക് വായിക്കുമ്പോൾ അറിയാം, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, നമുക്ക് എന്തും ചെയ്യാം, ആരും കാണുകയില്ല, ആരും അറിയുകയില്ല. ഞാൻ അതിന്റെ സംഗ്രഹം ഇങ്ങനെ പറയാം. കഴിഞ്ഞ ദീർഘമായ നാളുകളിൽ തൻ്റെ ജനനം മുതൽ താൻ രൂപപ്പെടുത്തി എടുത്തുകൊണ്ടുവന്ന ആത്മീയമായ അവിശുദ്ധി അല്ലെങ്കിൽ ആത്മീയമായ സൗന്ദര്യം ഇപ്പോൾ ഈ ചോദ്യത്തിന് മുമ്പിൽ ഒന്നനുസരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? തീർന്നു. ഒരു നിമിഷം കൊണ്ട് പിശാച് അതാ ശ്രമിക്കുന്നത്. നീ ഇത്രയും നാളുണ്ടാക്കിയ ദൈവം ഇത്രയും ഉയർത്തി, ഇത്രയും സ്ഥാനത്ത്, ഇനിയും നിന്നെ വിട്ടാൽ നീ ഇന്നിന്ന സ്ഥാനത്തെത്തും. അതുകൊണ്ട് അവളിലൂടെ പ്രവർത്തിച്ച് യോസഫേ ഒരു ചെറിയ വിട്ടുവീഴ്ച. ഇന്ന് ലോകം നമ്മുടെ മുമ്പിൽ വിളമ്പിത്തരുന്ന ഭക്ഷണം ഇതാ. പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഒരു ചെറിയ വിട്ടുവീഴ്ച. പല യുവാക്കന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, കൂട്ടുകാർ ചേർന്ന് ഒന്ന് തൊട്ട് നോക്കിയതാ, പക്ഷെ ഇപ്പോ അതിനങ്ങ് അടിമപ്പെട്ടു പോയി. അന്ന് അത്രയും കരുതിയില്ല, ഇത്രയും വലിയൊരു അടിമത്വത്തിലേക്ക് വീണു പോകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അന്നൊന്ന് ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ആ ടേസ്റ്റിംഗ് ആണ് പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. കഴിഞ്ഞു പോകുന്നൊരു വർഷക്കാലം എത്ര തവണ നിങ്ങൾ അങ്ങനെ പാപത്തെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്? എത്ര തവണ നമ്മുടെ ജീവിതത്തിൽ പിശാച് ജയിച്ചിട്ടുണ്ട്? വാക്കിൽ, പ്രവൃത്തിയിൽ, നോട്ടത്തിൽ, രഹസ്യത്തിൽ, പരസ്യത്തിൽ. ആരും കാണുന്നില്ല, മാതാപിതാക്കൾ കാണുന്നില്ല, ഭർത്താവ് കാണുന്നില്ല, ഭാര്യ കാണുന്നില്ല, ആരും കാണുന്നില്ല. പിന്നെന്താ ചെയ്താല്? എത്രയോ തവണ പരാജയപ്പെട്ടു പോയി. അവിടെയെല്ലാം സഹോദരി സഹോദരന്മാരെ നമ്മളെ ഓർത്ത് നിലവിളിക്കുന്ന ഒരു കർത്താവുണ്ടായിരുന്നു. എന്റെ ചങ്കിലെ രക്തം നൽകി അവനെ വീണ്ടെടുത്തിട്ടും എന്നെ മറന്നവൻ പാപത്തിലേക്ക് പോയി. എന്നെ ഓർത്ത് നിലവിളിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവകൃപയാൽ ഈ വർഷത്തിന്റെ അവസാന മണിക്കൂറുകൾ കാണുവാൻ ദൈവം കൃപ തന്നത് എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ മഹത്വം കൊണ്ടല്ല, എന്റെ യാതൊരു നേട്ടം കൊണ്ടല്ല, മറിച്ച് എന്നെ എന്റെ കർത്താവിന് വേണം, അതുകൊണ്ടാ. സ്തോത്രം. ചില കാര്യങ്ങളിലൂടെ എന്റെ കർത്താവിന് എന്നിലൂടെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു ചാൻസ്, ചിലപ്പോൾ ഇതായിരിക്കും നമ്മുടെ അവസാന ചാൻസ്. ഇനിയും ഒരു ടേസ്റ്റിങ്ങിന് പോയാൽ ചിലപ്പോൾ ദൈവം നമ്മെ നശിപ്പിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുക. പോരായ്മകൾ വരാം, കുറവുകൾ വരാം, പ്രലോഭനങ്ങൾ വരാം, അവസരങ്ങൾ വരാം. അവരോട് തുറന്നു പറയണം, നോ, ഞാനൊരു ദൈവ പൈതല, എനിക്കതിന് അവകാശമില്ല. ഞാൻ ഫലപ്രദമായൊരു വൃക്ഷമായി നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ അവസാനം 4 കാര്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യം കൂടെ കുറച്ചുകൂടെ മനസ്സിലാകും. പോകുന്നു. ഇനി 9ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കുക. അവിടെ വായിക്കുന്നത്, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അവള് പറയും, ഓ, നിന്റെ ഒരു ദൈവം എപ്പോഴും അങ്ങ് വിശുദ്ധിയായിട്ട് നിൽക്കാൻ പറ്റുമോ? വല്ലപ്പോഴും ഒക്കെ അതങ്ങ് ക്ഷമിച്ചാൽ മതി. നമ്മളൊക്കെ മനുഷ്യരല്ലേ, എപ്പോഴും അങ്ങ് വിശുദ്ധിയായിട്ട് നിൽക്കാൻ പറ്റുമോ? ഒരു തവണ, only one time. നോ. ശരിയാണ്, ഈ ഭവനത്തിൽ ഇപ്പോൾ വലിയവനായി നിൽക്കുന്ന ഞാൻ, നിന്നെ അല്ലാതെ ബാക്കിയെല്ലാം എൻ്റെ കയ്യിലാണ്. അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം എൻ്റെ കയ്യിലാണ്. പക്ഷേ ഈ അവകാശങ്ങളും അധികാരങ്ങളും ഈ പൊസിഷനും വെച്ചിട്ട് ഞാൻ പാപം ചെയ്യത്തില്ല, ഞാനൊരു തെറ്റ് ചെയ്യുകയില്ല, അവൻ ശക്തമായിട്ട് പറഞ്ഞു. ആരോടാ പറഞ്ഞേ? നോക്കുക, ഈ സ്ത്രീക്കും ചില അധികാരങ്ങളുണ്ട്. ഭർത്താവും ഭാര്യയല്ലേ. വരുമ്പോൾ ഒന്ന് കരഞ്ഞു കാണിച്ച് നെഞ്ചത്തടിച്ച് കരഞ്ഞാൽ ആ ഭർത്താവ് അതങ്ങ് വിശ്വസിക്കും. അതവിടെ സംഭവിച്ചു. നേരെ ഓപ്പോസിറ്റ് വന്നപ്പോഴേക്ക് പറഞ്ഞു, അച്ചായാ, കരച്ചിലും നിലവിളിയും നെഞ്ചത്തടിയും വന്നിട്ട് പറഞ്ഞു, ഇവൻ എന്നെ ചതിച്ചു, ഇവൻ എന്നെ നശിപ്പിച്ചു, ഇവനെ എങ്ങനെ വിട്ടേക്കരുത്. അത് അവനോടുള്ള ദേഷ്യം, ഇവനെ എങ്ങനെ വിട്ടേക്ക്. അതാണ് പിശാച്. ഞാനവിടെ ഇങ്ങനെ ചിന്തിച്ചു, പിശാച് മുരളുക, അവനെ കൈ കിട്ടിയില്ലല്ലോ, ഇനി എങ്ങനെങ്കിലും ഇവനെ നശിപ്പിക്കണം. അവളിലൂടെ പിശാച് പ്രവർത്തിച്ചു. ഒടുവിൽ എന്ത് സംഭവിച്ചു? ആ ഭർത്താവ് അത് വിശ്വസിച്ച് അവനെ കാരാഗ്രഹത്തിൽ. സ്തോത്രം. അതായിരുന്നു ദൈവത്തിന്റെ ഹിതം. യോസഫ് കാരാഗ്രഹത്തിൽ ചെല്ലണമായിരുന്നു. ദൈവം അത് മുമ്പേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിശാചേ, നീ ചിന്തിച്ചു നിന്റെ കഴിവ് കൊണ്ട് ഇവനെ കാരാഗ്രഹത്തിലാക്കിയെന്നല്ല, എൻ്റെ ദൈവം മുമ്പേ എഴുതി വെച്ചു, നീ കാരാഗ്രഹത്തിൽ ചെല്ലണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ പിശാചേ, നിന്റെ കഴിവ് കൊണ്ട് ഇവനെ കാരാഗ്രഹത്തിൽ വിട്ടതല്ല. സ്തോത്രം. ചിലപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ വിലങ്ങുകളും കാരാഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം. രോഗത്തിന് കീഴ്പ്പെട്ടു പോയി എന്ന് വരാം.
ചില അധികാര പദവികൾക്ക് കീഴ്പ്പെട്ടു പോയെന്ന് വരാം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ടു പോയെന്ന് വരാം, വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന് വരാം, കരങ്ങളും കാലുകൾക്കും മുറിവ് സംഭവിച്ചു ഒടിഞ്ഞു പറഞ്ഞു എന്നൊക്കെ വരാം, വാഹനം നഷ്ടപ്പെട്ടു എന്ന് വരാം, നമ്മൾ ആഗ്രഹിക്കുന്ന ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് വരാം. അതൊക്കെ ഓരോ കാരാഗ്രഹങ്ങളാ. ഓർക്കുക, അതും ദൈവത്തിന്റെ പദ്ധതിയിലുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അതിശയിക്കുന്ന ഒരു വസ്തുതയുണ്ട്. 10 കുഞ്ഞുങ്ങളുടെ ആ 10 ശവപ്പെട്ടിയുടെ മുമ്പിൽ ഇരിക്കുന്ന അയ്യോബിനെ നിങ്ങളൊന്ന് നോക്കിയേ. അവൻ ആരോടാ കുറ്റം പറയാ? അവൻ ആരോട് കുറ്റം പറയാൻ പറ്റും? ആരോടും ഒന്നും പറഞ്ഞില്ല. ഇത് ഈ 10 പേരെ എൻ്റെ ദൈവം എനിക്ക് തന്നത്. ഈ 10 അങ്ങ് പോയാൽ 100 എണ്ണത്തിനെ തരാനും എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവം തന്നു, അത് ദൈവം അങ്ങ് എടുത്തു കൊണ്ടോട്ടെ, ദൈവം തരും. അതായിരുന്നു വിശ്വാസം. യോസഫിന് ഒരു പൊസിഷൻ കിട്ടി, അധികാരം കിട്ടി, സ്ഥാനം കിട്ടി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയൊരു ജോലി കിട്ടി വിദേശത്ത്. മോനെ, എന്തു വന്നാലും തള്ളിക്കളയരുത്. വിളിച്ചു പറയാം, അമ്മേ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും, ഞാൻ എന്തുവാ ചെയ്യേണ്ടിയേ? അപ്പനും അമ്മയും പറയും, മക്കളെ ആരും അറിയുന്നില്ലല്ലോ, നമ്മളല്ലേ അറിയുന്നുള്ളൂ, പോട്ടെ, ആ കണ്ണടച്ചുകളാ. നോ, നീ ഒരു ദൈവ പൈതലാ. ആ സ്ഥാനം നിനക്ക് നഷ്ടപ്പെട്ടു പോയാലും എന്റെ ദൈവത്തോട് മഹാദോഷം പ്രവർത്തിക്കയില്ല എന്ന് ഇന്ന് രാത്രി ഞാനും നിങ്ങളും തീരുമാനമെടുക്കണം. 4 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കും. 1, 37-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 37:3 യോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചൊരു നിലയങ്കി ഉണ്ടാക്കിച്ച്, യോസഫിന്റെ ഒരു ഐക്കൺ എന്ന് പറയുന്ന ആ നിലയങ്കിയ, ഒരു നിലയങ്കി. യോസഫിന് ദൈവം തൻ്റെ പിതാവ് ഒരു നല്ല നിലയങ്കി ഉണ്ടാക്കി. എന്ത് തുണി നമുക്കറിയില്ല, പക്ഷെ ഒന്നുറപ്പാണ്, തൻ്റെ സഹോദരന്മാർക്കൊന്നും ഇത്രയും നല്ല ഉടുപ്പില്ല. അതുകൊണ്ടാണ് ദേഷ്യം. എന്നെ കാണിച്ചു തരാം അവിടെ, അവന് മാത്രം, ഞങ്ങളും അപ്പന്റെ മക്കളല്ലേ, ഞാനായിരുന്നു മൂത്തവൻ, ഞാൻ ഇളയവൻ, ഇവനോട് മാത്രം എന്താ? ഇനിയും അവൻ സ്വപ്നം കണ്ടേക്കുന്നു, ഞങ്ങളെല്ലാം അവനെ നമസ്കരിക്കുന്നു, എന്നിട്ട് അപ്പൻ അവന് സൈഡിൽ നിൽക്കുന്നു. ആകെ കുടുംബ പ്രശ്നം. എന്നിട്ട് അവന് സഹോദരന്മാരുടെ അടുക്കൽ ഒറ്റയ്ക്ക് കിട്ടാൻ നോക്കിയിരുന്നപ്പോഴാ ഈ ഉടുപ്പ് കിട്ടുകൊണ്ട് വരുന്ന സ്വപ്നക്കാരൻ വരുന്ന. അപ്പൊ ഇവന്റെ ഐക്കൺ എന്ന് പറയുന്ന ഈ ഉടുപ്പ. ഞാൻ 4 ഉടുപ്പിനെ കുറിച്ച് പറയാം, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 1-ാമത്തെ ഉടുപ്പ് വിശ്വസ്തതയുടെ അല്ലെങ്കിൽ അനുസരണത്തിന്റെ, സ്നേഹത്തിന്റെ ഉടുപ്പാണിത്. അപ്പനോടുള്ള തീരാത്ത അനുസരണം, അപ്പനോടുള്ള തീരാത്ത സ്നേഹത്തിന്റെ വസ്ത്രം. ആ സ്നേഹത്തിന്റെ ആധിക്യം കാരണം അപ്പൻ ഉണ്ടാക്കി കൊടുത്ത. അപ്പൊ ചോദിച്ചു, മറ്റുള്ളവരോടൊന്നും അപ്പൻ അത്രയും സ്നേഹം ഇല്ലേ? ഞാനതിങ്ങനെ മനസ്സിലാക്കി, പ്രവൃത്തി അനുസരിച്ചേ സ്നേഹിക്കാൻ പറ്റും. എല്ലാം മക്കളെന്നുള്ള സ്നേഹം ഉണ്ടെങ്കിലും ഇവൻ എപ്പോഴും അപ്പൻ്റെ അടുത്തിരുന്ന് അപ്പനുമായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ കാൽക്കലിരുന്ന് എപ്പോഴും ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവന് ലഭിക്കുന്നത് പോലെ വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുന്നവന് ദൈവം കൊടുക്കുവോ? ഇല്ല. അതുകൊണ്ട് ദൈവം എനിക്ക് ചില നന്മകളെ കിട്ടിയെങ്കിൽ, നിങ്ങൾക്ക് നന്മകളെ കിട്ടിയെങ്കിൽ മറ്റൊരാൾക്ക് അത് കണ്ടിട്ട് എന്ത് ചെയ്യരുത്? അസൂയപ്പെടരുത്. കാരണം ഞാൻ ദൈവസന്നിധിയിൽ അത്രത്തോളം ഇരുന്നത് കൊണ്ടാണ്. 1-ാമത്തെ അവൻ്റെ വിശ്വസ്തതയുടെ അല്ലെങ്കിൽ അനുസരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു വസ്ത്രം. 2-ാമത് 39-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കുക. അവിടെ നാം വായിക്കുന്നു, നമ്മൾ വായിച്ചു വന്ന വേദഭാഗം. എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. നോക്കുക, അടിമയാണ്. അടിമയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു 2000 രൂപയുടെ ഉടുപ്പ് ആരിലും വാങ്ങിച്ചു കൊടുക്കുമോ? ഇല്ല. ഒന്ന് ഈ ചാക്ക് കൊണ്ടുണ്ടാക്കി കീറി പറഞ്ഞ, നീ അതൊക്കെ ഇട്ടാൽ മതി, നീ ഒരു അടിമയാ, അതൊക്കെ മതി. വലിയ ഫാഷനും സ്റ്റൈലും വേണ്ട, അതുകൊണ്ട് കീറിയതും പറഞ്ഞതും ആരാണ്ടൊക്കെ ഇട്ട് നശിപ്പിച്ചതും ചവിണ്ടതും ഒക്കെ ഇട്ടാൽ മതി. യോസഫിന് ഒരു വിഷമവുമില്ല. ഉള്ള തണുപ്പ് രക്ഷപ്പെടാൻ ഈ കീറിയതെങ്കിലും പറഞ്ഞതെങ്കിലും കിട്ടിയല്ലോ, അതുമിട്ട് ആ പൊസിഷനിൽ നിന്ന് അല്ല, ചിലപ്പോൾ ആ പൊസിഷനിൽ നിൽക്കുമ്പോൾ ഈ പോത്തിഫർ നല്ലൊരു ഉടുപ്പ് കൊടുത്തെന്നിരിക്കാം, അധികാര പദവിയല്ലേ, അതുമാകാം. എന്നാൽ ആ ഉടുപ്പുമായിട്ട് അവന്റെ 2-ാമത്തെ ഉടുപ്പ്, മറ്റേത് അപ്പൻ കൊടുത്ത ഉടുപ്പ്, അത് കീറി മൃഗത്തിന്റെ ചോരയിൽ മുക്കി ഇപ്പോഴും അപ്പൻ അത് കെട്ടിപ്പിടിച്ച് എൻ്റെ കുഞ്ഞേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കേണ്ടത് അവിടെ ഉണ്ട്. അതാ സ്നേഹം കണ്ടിന്യൂ ചെയ്യുന്ന ഉടുപ്പ്. ഇത് 2-ാമത്തെ ഉടുപ്പ്. ഈ ഒരൊറ്റ ഉടുപ്പേ ഇവനുള്ളൂ. പക്ഷെ അവള് പിടിച്ചപ്പോൾ എന്ത് ചെയ്തവൻ? അവന് പറയാം, ചേച്ചി അല്ലെങ്കിൽ അമ്മാമ്മേ, ആകെ പറയും ഉടുപ്പേ ഉള്ളൂ, ഇത് കീറാതിരുന്നാൽ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. അങ്ങനെയാണോ പറഞ്ഞത്? ഈ ഉടുപ്പ് കീറിപ്പോയാലും ഇത് നശിച്ചാലും നിങ്ങൾ ഇനി ഉടുപ്പ് തന്നില്ലേലും എൻ്റെ ദൈവത്തോട് ഞാൻ പാപം ചെയ്യുകയില്ല. ആ ഉടുപ്പും വിട്ട് കളഞ്ഞ അവൻ ഓടി രക്ഷപ്പെട്ടു. സ്തോത്രം. 2-ാമത്തെ ഉടുപ്പ് എന്തെന്ന് പറയാം? പ്രലോഭനത്തിന്റെ ഉടുപ്പാ.
ദൈവമക്കളെ, അത് വിട്ടുകളഞ്ഞോടാൻ മനസ്സുണ്ടെങ്കിലുണ്ടല്ലോ. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരുന്നു. 41 അധ്യായത്തിന്റെ 14 വാക്യത്തിലേക്ക് നോക്കാമോ? 41:14 എഴുതിയിരിക്കുന്നു. അവിടെ വായിക്കുന്നു, അവൻ ക്ഷൗരം ചെയ്യിച്ചു, വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ. ഈ പ്രലോഭനത്തിന്റെ, പാപത്തിന്റെ സാധ്യതയുള്ള ഉടുപ്പ് വിട്ടുകളഞ്ഞിട്ടോടാങ്കിൽ പിന്നെ നീ എവിടെ ആയിരിക്കും ചെന്നിരിക്കുന്നത്? രാജാവിന്റെ മുമ്പിൽ. അവിടെ നിനക്ക് ഉടുപ്പ് തരുന്ന ആരാന്നറിയാമോ? സ്തോത്രം, രാജാവ്. രാജാവ് പറയും, ഇവന് ഏറ്റവും നല്ലൊരു ഉടുപ്പ് കൊടുത്തേ. മറ്റേ ഉടുപ്പല്ല, ഇട്ട് കളഞ്ഞിട്ട് ഓടിയ ഉടുപ്പല്ല ഇത്. ഇതെന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ ഞാനും നിങ്ങളും വിട്ടുകളയേണ്ട ഉടുപ്പ്. അത് വിട്ടുകളഞ്ഞേ പറ്റൂ. അതിനെ മുറുകെ പിടിക്കരുത്. വിട്ടുവീഴ്ചകൾ പാടില്ല. പാപത്തോട്, ജഡത്തോട്, മോഹത്തോട്, ലോകത്തോട്, ഇവിടെയുള്ള ഇഷ്ടങ്ങളോട്, താല്പര്യങ്ങളോട്, വൈശാചികമായ കാര്യങ്ങൾ വിട്ടുകളഞ്ഞിട്ട് ഓടാൻ മനസ്സുണ്ടെങ്കിൽ ഒരു രാജാവ് നിനക്ക് വേണ്ടി നല്ലൊരു വസ്ത്രമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഇത് വിട്ടുകളഞ്ഞേ പറ്റൂ. ലാസ്റ്റിലേക്ക് ഞാൻ കടന്നു വരുന്നു. 41 അധ്യായത്തിന്റെ 42 വാക്യം നോക്കുക. 41:42 എഴുതിയിരിക്കുന്നു, അവനെ നേർമയുള്ള വസ്ത്രം ആര് ധരിപ്പിച്ചു? രാജാവ്. ഇനിയും ഒന്നുകൂടെ തീർന്നില്ല. 42 വാക്യം വായിക്കാം. ഫറവോൻ തന്റെ കയ്യിൽ നിന്നും മുദ്രാമോതിരം ഊരി യോസഫിന്റെ കൈക്ക്. അയ്യോ, ഫറവോൻ അബദ്ധം പറ്റിപ്പോയോ? രാജാവിന്റെ മുദ്രാമോതിരം ആരുടെ കയ്യിലാ കിടക്കണ്ടേ? രാജാവിന്റെ കയ്യില. ഈ ലോകത്തിലെ സകല കാര്യങ്ങളും ഈ മുദ്രാമോതിര സീല് ഈ അടിമയ്ക്ക് കൊടുത്താൽ ഇവൻ എന്തോ ചെയ്യും? അവൻ അവന്റെ രാജ്യത്തെ ഉയർത്താൻ ഇവൻ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് സീൽ ചെയ്യാൻ രാജാവേ, അയ്യോ രാജാവേ അല്ല, എന്റെ ദൈവമാ കൊടുത്തത്. രാജാവ് എന്ത് ചെയ്തു? ഏറ്റവും ആ രാജ പദവിയുടെ മുദ്ര തൻ്റെ കയ്യിലെ മുദ്രാമോതിരം ഓരി കൊടുത്തിട്ട്, അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന നേർമയുള്ള എന്ന് പറഞ്ഞാൽ നല്ല, നമ്മൾ പറയുന്ന പോലെ നല്ല പട്ട്, ഇനി അതിനേക്കാൾ വലിയ വസ്ത്രം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, രാജവസ്ത്രം രാജാവ് അവനെ എടുത്തു കൊടുത്തിട്ട് അപ്പുറത്തെ കാണാൻ പോയി ഇട്ടിട്ട് വാടാവേ, അങ്ങനല്ല പറഞ്ഞേ. രാജാവ് അവനെ, സ്തോത്രം, രാജാവ് അവനെ ധരിപ്പിച്ചു. ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു കോട്ട് എന്നെ ധരിപ്പിച്ചെന്ന് പറഞ്ഞ് എന്ത് വലിയ വിലയാന്ന് നിങ്ങൾ അന്വേഷിക്കുക. വീട്ടിൽ വന്ന ഒരു മനുഷ്യനെ കൊണ്ട് ആ കോട്ട് തൊടിയിപ്പിക്കുകയല്ല, അതിങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് നോക്കും അദ്ദേഹം തൊട്ട സ്പർശനം പ്രസിഡന്റ്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, വലിയവനായ ദൈവം ഒരു വലിയ കോട്ടുമായിട്ട്, വസ്ത്രവുമായിട്ട് അങ്ങേ തലയ്ക്കൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുക. ചിലത് വിട്ടിട്ടോടാൻ മനസ്സുണ്ടോ? ചിലതിനെ ഊരിക്കളഞ്ഞിട്ടോടാൻ മനസ്സുണ്ടെങ്കിൽ, അപ്പന്റെ മുമ്പിൽ ആ സ്നേഹത്തിന്റെ വസ്ത്രത്തിൽ, അനുസരണത്തിന്റെ വസ്ത്രത്തിൽ വിശ്വസ്തനായിട്ട് നിൽക്കാൻ മനസ്സുണ്ടെങ്കിൽ, നീ ഒരു നല്ല ഫലപ്രദമായ വൃക്ഷമായി ഏത് സാഹചര്യങ്ങളിലും തുടരുവാൻ മനസ്സുണ്ടെങ്കിൽ, അങ്ങേ തലയ്ക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉടുപ്പുമായിട്ട് എൻ്റെ പ്രാണനാഥൻ അവിടെ കാത്തിരിക്കുക. ഞാനിവിടെ അവസാനിപ്പിക്കുക. യോസഫ് അനുഗ്രഹിക്കപ്പെട്ടു. ആ രാജ്യത്തെ ഉന്നതനായ സ്ഥാനത്തേക്ക് അവൻ വന്നു. 3ാമത്തെ സ്ഥാനത്തിലേക്ക് പോയി. അവൻ അവിടെ ഇരുന്നും പ്രാർത്ഥിച്ചു, എൻ്റെ യജമാനനെ അനുഗ്രഹിക്കണം. അവൻ അയച്ചു, എൻ്റെ അപ്പൻ, എൻ്റെ സഹോദരങ്ങൾ അവർ വന്നപ്പോൾ തൻ്റെ ഉള്ളിലെ റൂമിൽ കൊണ്ടുപോയി അവരെല്ലാം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ കരച്ചിലിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്നാലും നീയൊക്കെ ചെയ്തല്ലോടാ. അല്ല, എത്രയോ നാളായിട്ട് നിങ്ങളെ കാണാൻ പറ്റിയില്ല. കാരണം അവരുടെ ഉള്ളിൽ വൈരാഗ്യമായിരുന്നെങ്കിൽ ഇവന്റെ ഉള്ളിൽ അവരോടുള്ള അടങ്ങാത്ത സ്നേഹം. എനിക്ക് എൻ്റെ അപ്പനെ കാണണം. ആ രാജരഥം വിട്ട് അപ്പനെ കൊണ്ടുവരുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹം, ആ ദേശത്തെ ഏറ്റവും നല്ല സ്ഥാനത്ത് അവരെ പാർപ്പിക്കുമ്പോൾ എന്ത് സന്തോഷമാണ്. ഒടുവിൽ യോസഫ് മരിക്കുമ്പോൾ തൻ്റെ ജനത്തോട് ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇവിടെ അടക്കിയിട്ടുണ്ട് ശരിയാണ്, പക്ഷേ നിങ്ങൾ ഒരിക്കൽ, സ്തോത്രം, നമ്മുടെ നിത്യ നാട്ടിലേക്ക്, കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ശവക്കല്ലറ കുഴിച്ച് എൻ്റെ അസ്ഥി കൂടമെടുത്ത് അവിടെ കൊണ്ട് കുഴിച്ചിടണം. കാരണം ഇതല്ല എൻ്റെ സ്വന്തം ദേശം, എനിക്ക് അപ്പുറത്തൊരു ദേശമുണ്ട്. അന്ന് പോകുമ്പോൾ ഇന്ന് രാത്രി നമുക്കിങ്ങനെ പറയാം, നിങ്ങൾ പോകുന്ന കൂട്ടത്തിൽ ഒരുപക്ഷെ ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോയെങ്കിൽ നിങ്ങൾക്ക് മുമ്പായി ഞാൻ അവിടെ. യോസഫ് ഇത് പറയുമ്പോൾ യോസഫിന്റെ ജീവിതം, അവന്റെ ലൈഫ് ഫലപ്രദമായൊരു. ഇനി ആദ്യം വായിച്ച വാക്യത്തിലേക്ക് വരാം. വില്ലാളികൾ അവനെ വളരെ അമ്പ് ചെയ്തു, പക്ഷെ യോസഫിന്റെ വില്ല് സ്ട്രോങ് ആയി നിന്നു. അവൻ എത്രത്തോളം കുനിയാമോ ദൈവസന്നിധിയിൽ അത്രത്തോളം കുനിഞ്ഞു. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാം, ആവശ്യങ്ങളുമായി, ഭാരങ്ങളുമായി ദൈവസന്നിധിയിൽ എത്രത്തോളം കുനിയാമോ, മുഴങ്കാൽ മടക്കാമോ, അത്രത്തോളം നമ്മുടെ വില്ല് സ്ട്രോങ് ആയിരിക്കും. ഒരു അമ്പും നമ്മുടെ മേൽ വരുവാനിടയാകാതെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിശ്വസ്തമായി നിന്ന് വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞോടി
അങ്ങേ തലയ്ക്കൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന്, രാജാതിരാജാവും കർത്താവുമായ ആ കർത്താവിൻ്റെ കയ്യിൽ നിന്നൊരു വസ്ത്രം വാങ്ങി. അതെന്ത് വസ്ത്രമാ? വിശുദ്ധിയുടെ. അതിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. മഹത്വത്തിൻ്റെ, തേജസ്സിൻ്റെ ഒരു വസ്ത്രം. ദൈവത്തിന് സ്തോത്രം. രാവിലെയും ഞാൻ കുഞ്ഞുങ്ങളോട് സൺഡേ സ്കൂൾ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിൽ കിരീടങ്ങൾ മാത്രമല്ല, ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. അതവിടെ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കും. എന്നാൽ ഒന്നെങ്കിലും കിട്ടാതിരിക്കുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് കരഞ്ഞിട്ട് ചിന്തിക്കും, അയ്യോ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഒരു കിരീടമെങ്കിലും, അല്ലെങ്കിൽ ഒരു കോട്ടെങ്കിലും, ഒരു പുതപ്പെങ്കിലും, അല്ലെങ്കിൽ ഒരു ചെറിയ പേരെങ്കിലും കിട്ടുമായിരുന്നു. ഒരു വർഷം കഴിഞ്ഞില്ലെങ്കിൽ ഇനി വരുന്ന വർഷം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അത് നമ്മുടെ ലക്ഷ്യമായിരിക്കട്ടെ, ഫലപ്രദമായൊരു വൃക്ഷമായിരിക്കും. നമ്മൾ ദേഷ്യപ്പെട്ടിട്ടും, നമ്മൾ വാശി കാണിച്ചിട്ടും, പിടിച്ചു പറിച്ചിട്ടും, അല്ലെങ്കിൽ നമ്മൾ ശക്തി കാണിച്ചിട്ടൊന്നും നേടാനായിട്ട് കഴിയില്ല. കർത്താവിന് അവസരം വിട്ടുകൊടുക്കുക. യഹോവ എൻ്റെ കൂടെയുണ്ട്, അവൻ കാര്യം സാധിപ്പിക്കും. വിശ്വസ്തമായിട്ട് നിൽക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുതിയ വർഷത്തിൻ്റെ ആശംസകൾ അറിയിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ, നമ്മെ നടത്തിയ വിധങ്ങൾ, ഇതൊക്കെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് അതൊക്കെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. അനുഗ്രഹീതമായ ഒരു സന്ദേശമാണല്ലോ നാം കേട്ടുകൊണ്ടിരുന്നത്. യോസഫിൻ്റെ ആ ജീവചരിത്രത്തിൽ നിന്ന് യോസഫിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പ്രിയ കർത്താസൻ നമ്മെ ഓർമ്മിപ്പിച്ചു. 39-ാം വാക്യത്തിൽ നാം 9-ാം അധ്യായത്തിൽ വായിക്കുന്നത്, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി തീർന്നു എന്ന് മാത്രമല്ല, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ട് എന്ന് തൻ്റെ യജമാനനും മനസ്സിലാക്കി. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ ചിന്തിപ്പിച്ച കാര്യം പ്രിയ കർത്താസൻ പറഞ്ഞത്, ആ യോസേഫ് മുഖാന്തരം അവിശ്വാസിയായ ആ യജമാനനും അനുഗ്രഹിക്കപ്പെട്ടു. എത്രയോ മനോഹരമായ ഒരു കാര്യമാണ്. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നതെല്ലാം യഹോവ സാധിപ്പിച്ചു എന്ന് മാത്രമല്ല, അവിശ്വാസികളുടെ അനുഗ്രഹത്തിനും അത് കാരണമായി തീർന്നു എന്നുള്ളതാണ് യോസേഫിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ചു. അവൻ യഹോവയെ ഭയപ്പെട്ടു. ആ യഹോവയുടെ സന്നിധിയിൽ അവൻ മുട്ടുമടക്കുന്നവനായിരുന്നു. അവൻ അവനെ തന്നെ സമർപ്പിക്കുന്നവനായിരുന്നതുകൊണ്ട് യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രലോഭനങ്ങളിലൂടെ ഒക്കെ സാഹചര്യങ്ങൾ വന്നപ്പോൾ, എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരുന്നപ്പോൾ, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നപ്പോഴും യഹോവയെ യോസേഫ് ഭയപ്പെട്ടത് കൊണ്ട് അതിൽ നിന്നെല്ലാം പിന്മാറി ഓടിപ്പോകുവാനായിട്ട്, ആ വസ്ത്രം അവിടെ ഊരി എറിഞ്ഞ് ഓടിപ്പോകുവാനായിട്ട് യോസേഫിന് കഴിഞ്ഞത്. എന്നാൽ ആ അടിമയുടെ വസ്ത്രം അങ്ങനെ ഊരി എറിഞ്ഞ് പോയതുകൊണ്ട് യഹോവ അവന് രാജവസ്ത്രം കൊടുത്ത് അവനെ അനുഗ്രഹിച്ചു. വലിയ ഉത്തരവാദിത്തങ്ങൾ, വലിയ അനുഗ്രഹങ്ങൾ പിൽക്കാലത്ത് യോസേഫിനെ തേടി വന്നു. ഇത് ഏറ്റവും നമുക്ക് ഈ വർഷത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു പുതിയ വർഷത്തേക്ക് നാം കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രചോദനം നൽകുന്ന ഒരു എൻകറേജിങ് ഒരു തോട്ടാണ്, ഒരു മെസ്സേജാണ് ഇന്ന് നാം കേട്ടത്. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഈ അവസരത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു മെസ്സേജാണ് നാം കേട്ടത്. അതുകൊണ്ടൊരു വർഷത്തിലേക്ക് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ യോസേഫിൻ്റെ ജീവിതം നമ്മുടെ മുൻപിൽ ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു. അത് ആ ഒരു ജീവിതത്തെ ആ മാതൃകയാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആ കാര്യത്തിനു വേണ്ടി നമുക്ക് അധികമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു സന്ദേശം നൽകി തന്ന പ്രിയ കർത്താസൻ സന്തോഷ് മാത്യു അവർക്കുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. വരുന്ന വർഷങ്ങളും ദൈവം പ്രിയ കർത്താസിനെ ധാരാളമായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ള നന്ദിയും അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ മുഖാന്തരമാണ് ഈ മിനിസ്ട്രി ഇങ്ങനെ മുന്നോട്ട്
പോകുന്നത്. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ആവശ്യമാണ്, പ്രാർത്ഥനയെ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിയുന്നിടത്തോളം നിങ്ങൾ കടന്നു വന്ന് ഈ മീറ്റിങ്ങിൽ സഹകരിക്കണമേ എന്നും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രിയ ജേക്കബ് അങ്കിൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവുമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിൻ്റെ ഈ അവസാന നിമിഷത്തിൽ കർത്താവ്, ഈ അവസാന ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും കർത്താവെ നിൻ്റെ വചനത്തിൽ ഞങ്ങൾക്ക് കർത്താവെ നല്ല ആലോചന ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവെ എല്ലാ ഞായറാഴ്ചകളിലും കർത്താവെ ഞങ്ങൾക്ക് ഇവിടെ കൂടി വരുവാനും കർത്താവെ നിന്നെ സ്തുതിപ്പാനും നല്ല പാട്ടുകൾ കേൾപ്പാനും കർത്താവെ നിൻ്റെ വചനം ശ്രവിപ്പാനും എല്ലാം തന്ന അനുഗ്രഹത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ ഇത്രത്തോളം കർത്താവിനെ ഞങ്ങൾക്ക് ഭക്ഷിപ്പാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് ആഹാരമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ നിത്യമായിട്ട് നിൻ്റെ സന്നിധിയിലായിരുന്നു, നിന്നിൽ നിന്ന് കേൾപ്പാനും കർത്താവെ ഞങ്ങളെ ദിനംതോറും രൂപാന്തരപ്പെടുത്തി നിന്നോട് അനുഭവപ്പെടുന്ന ആ പ്രക്രിയയിലേക്ക് കർത്താവെ ഞങ്ങളെ കൊണ്ടുവരുന്ന കർത്താവിൻ്റെ ആ വലിയ വേലയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ചായ വചനത്തിനായി സ്തോത്രം. കർത്താവെ, വചനം കർത്താവെ യോസഫ് ഫലപ്രദമായ വൃക്ഷമായിരുന്നു ഞങ്ങൾ കേട്ടു. കർത്താവെ, എല്ലാ പ്രതികൂല സാഹചര്യത്തെയും കർത്താവെ കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു മനസ്സുണ്ടായിരുന്നു. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് എല്ലാ പാപത്തിൽ നിന്നും വിട്ടകന്ന് കർത്താവിൻ്റെ ഹിതം ചെയ്ത് കർത്താവിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച് കർത്താവിനോട് ചേർന്ന് നടന്ന ആ യോസഫിന് കർത്താവ് ആ വലിയ നീതിയുടെ വസ്ത്രം കൊടുത്ത് ആ മോതിരം കൊടുത്ത് ഭാഗ്യപദവിയിലേക്ക് കർത്താവ് ഉയർത്തി. കർത്താവെ, ഞങ്ങൾ നോക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. കർത്താവെ, നിനക്ക് വിശ്വസ്തരായി ഞങ്ങൾ നിൽപ്പാൻ കർത്താവെ ഞങ്ങൾ പലപ്പോഴും മടി കാണിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവെ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണ, ദയ എത്ര വലുതെന്ന് ഞങ്ങൾ കാണുന്ന കർത്താവെ, ഞങ്ങളെ ഈ വചനം കർത്താവെ അധികമായിട്ട് ഞങ്ങളെ ചിന്തിപ്പാനും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുവാനും തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഞങ്ങൾ നിനക്ക് വിശ്വസ്തരായിട്ട് കർത്താവെ ഫലപ്രദമുള്ള വൃക്ഷമായി തീർന്ന് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നവരായിട്ട് വിശ്വസ്തരായിട്ട് കർത്താവെ എല്ലാ സാഹചര്യത്തിലും കർത്താവിനെ വിട്ടകന്ന് മറ്റൊന്നിലേക്കും പ്രവേശിപ്പാൻ ഇടവരാതെ നിൻ്റെ ഹിതം ചെയ്യുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണം, അനുഗ്രഹിക്കണം. ഈ പുതിയ വർഷം കർത്താവെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാക്കി തീർക്കുമാറാകണം. കർത്താവെ, വചനം തന്നായ ദാസനെ അനുഗ്രഹിക്കണം. കർത്താവെ, തൻ്റെ മേഖലകളിലെല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് കൊടുത്ത എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. കർത്താവെ, TBFനെ കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവെ, ഇങ്ങനെ ശുശ്രൂഷ ഈ ദേശത്ത് ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് സഹോദരന്മാർക്ക് കൊടുത്ത ആ വലിയ കൃപയ്ക്കായിട്ട് നന്ദി കർത്താവെ. ഇത് അനേകർക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം അനേകർ കർത്താവയോടെ ഒന്ന് വചനം കേൾപ്പാൻ തക്കവണ്ണം അത് അവരുടെ ജീവിതത്തിൽ കർത്താവെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവിനെ അവർ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം കർത്താവെ സാധ്യമാക്കി തീർക്കുമാറാകണമേ. കർത്താവ്, ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മധ്യേ കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും കർത്താവെ ഓരോ ഞായറാഴ്ചയും വന്നു ചേർന്ന് കർത്താവെ ഈ അനുഗ്രഹപ്പെട്ട ഈ കൂട്ടായ്മയിൽ പങ്കുകാരാകുവാൻ തക്കവണ്ണം കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇവിടെ ശുശ്രൂഷിച്ചിട്ടുള്ള എല്ലാ വിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ കൂടെ എല്ലാം ഞങ്ങൾ കേട്ടതായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങളെ ഓരോ കാര്യത്തിൽ ഞങ്ങളെ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവ് ഈ ദേശത്തെ അനുഗ്രഹിക്കണം. കർത്താവ് ഈ ദേശത്തിന് കർത്താവ് ഒരു വിളക്കായി നിൽപ്പാൻ തക്കവണ്ണം കർത്താവ് ഈ TBFനെ അനുഗ്രഹിക്കണം. കർത്താവെ, എല്ലാ പ്രവർത്തന മേഖലയിലും കർത്താവ് അനുഗ്രഹിക്കണം. എൻ്റെ പിമ്പിലുള്ള എല്ലാ സഹോദരന്മാരെയും കർത്താവ് ശക്തീകരിക്കണം, സഹായിക്കണം. ഞങ്ങൾക്ക് തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. കുഞ്ഞുങ്ങളെയും പാട്ടുപാടുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്തിരിക്കുന്ന കരുണയ്ക്കും അവർ കൊടുത്തിരിക്കുന്ന കർത്താവെ ആ ടാലൻറ്റിനെ എല്ലാം ഓർത്ത് ഞങ്ങൾ നന്ദി കരയറ്റുന്നു. അധികമായിട്ട് കർത്താവിന് വേണ്ടി അവരെ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. ഇന്ന് തന്ന ഈ നല്ല മെസ്സേജിനായിട്ടും കർത്താവെ തന്ന കൂട്ടായ്മയ്ക്കായിട്ടും നന്ദി, സ്തുതി, സ്തോത്രം. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മൾ കേട്ടതായ എല്ലാ വചനത്തിന്മേലും നമ്മൾ കൂടി വന്ന ഈ കൂട്ടായ്മയിന്മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.